പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രിയിൽ സമർപ്പിച്ച് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവതൃപാദത്തിൽ നമുക്കായിരിക്കാം. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ 8ാം ദിനം രാത്രിയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന നമ്മൾക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ ഈ കർത്താവിന്റെ സന്നിധാനത്തിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ച ദൈവത്തിന്റെ എല്ലാ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 7 ദിവസവും ദൈവത്തിന്റെ വലിയ അനുഗ്രഹം നമുക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നല്ലോ. ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ അഭിഷിക്തനെ ക്ലാസ്സുകൾ എടുക്കുവാൻ തക്കവണ്ണം കർത്താവ് എടുത്ത് ഉപയോഗിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ ഞങ്ങളുടെ ക്ലാസ്സും ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിലും കേൾക്കുന്നവർക്കും ഒരു വിടുതലിനും കാരണമായി തീരുവാൻ സ്വർഗത്തിലെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. കർത്താവ് നമ്മെ എല്ലാം ധാരാളമായി സഹായിക്കട്ടെ. തലമുറയായി ഞങ്ങളുടെ സംഗീതവും കോട്ടയും ആയിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ അനുഗ്രഹമേറിയ നല്ല രാത്രിയുടെ യാമത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അങ്ങയുടെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, അവിടുത്തെ വലിയ കൃപയും സാന്നിധ്യവും കർത്താവെ കൂടെ ഇരിക്കുമാറാകണമേ. ദൈവകൃപയുടെ മറവിൽ അവിടുന്ന് ഞങ്ങളെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവും കൃപയും ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം സ്വർഗമേ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഇന്ന് രാത്രി ഞങ്ങളെ സൂക്ഷിക്കുമാറാകണമേ. ക്ലാസ്സുകൾ നയിക്കുവാൻ കർത്താവിന്റെ അഭിഷിക്തനെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇന്ന് രാത്രിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഇത്രത്തോളം ഞങ്ങളെ നടത്തിയതിനായി സ്തോത്രം. അടുത്ത 2 മണിക്കൂർ സമയം ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവകൃപയിലായിരിക്കാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. പാട്ടുകൾ പാടുവാൻ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കണം. കൃപയിൽ സൂക്ഷിച്ചാട്ട് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലവും ഞാൻ ജീവൻ പിടിഞ്ഞ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് പാട്ടുകൾ പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ഫിന്നി ബ്രദറിനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ബൈബിൾ ക്ലാസിൻ്റെ 8ാമത്തെ ആഴ്ചക്കാലം പ്രാരംഭ നിമിഷങ്ങളിൽ കർത്താവിനെ സ്തുതിക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുന്ന വീടുകളിൽ ഇരുന്നുകൊണ്ട് പ്രൈസ് ദി ലോർഡ് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ പോവുകയാണ്. ഹോവ നല്ലവനെന്ന് രുചിച്ചറിവിനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്ന് കർത്താവിൻ്റെ വചനത്തിൽ കാണുന്ന പോലെ പ്രൈസ് ദി ലോർഡ്. അത്ര നല്ലവനായ കർത്താവിനെ, ആ കർത്താവിൻ്റെ രുചിച്ചറിയുവാൻ ഇന്ന് രാത്രികാലവും ഈ മനോഹരമായ ഈ രാത്രികാലവും നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവനെന്ന് താൻ രുചിച്ചറിവിൻ. പ്രൈസ് ദി ലോർഡ്. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ, വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. കൃപമേൽ കൃപയാർന്നിടുവാ, നമ്മൾ പരമപാദം ചേർന്നിടുവാ. കൃപമേൽ കൃപയാർന്നിടുവാ, നമ്മൾ പരമപാദം ചേർന്നിടുവാൻ. ധരയിൽ നടന്ന തൻ ചരണം, നിങ്ങൾക്കരുളും ശാശ്വത ശരണം. ധരയിൽ നടന്ന തൻ ചരണം, നിങ്ങൾക്കരുളും ശാശ്വത ശരണം. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയായി, അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയായി. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ. പരിശോധനകൾ വരികിൽ, പരിശോധനകൾ വരികിൽ, മനം പതറാ ആശ്രയിച്ചിടുവേ.
ശോധനകൾ വരികിൽ മനം പതറാതാശ്രയിച്ചിടുകിൽ ബലഹീനതയിൽ കവിയോം കൃപമതിയം ആശ്രയിച്ചിടുകിൽ ബലഹീനതയിൽ കവിയോ കൃപമതിയം ആശ്രയിച്ചിടുകിൽ വിരവിൽ വിനകൾ തീരു സകലം ശുഭമായി വിരവിൽ വിനകൾ തീരും സകലവും ശുഭമായി വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ സ്നേഹിതരേവരും വെടിഞ്ഞാൽ അതു യേശുവിനോടു പറഞ്ഞാൽ സ്നേഹിതരേവരും വെടിഞ്ഞാൽ അതു യേശുവിനോടു പറഞ്ഞാൽ സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളേഴും തൻ കരത്താൽ സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളേഴും തൻ കരത്താൽ നന്നായി നടത്തും വീട്ടിൽ ചേരും വരെ പ്രത്യാശയോടെ വിശ്വാസത്തോടെ നന്നായി നടത്തും വീട്ടിൽ ചേരും വരയൂ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ ഒരു നാൾ അശ്വരലോകം വിട്ടുപിരിയും നാം അതിവേഗം ഒരു നാൾ അശ്വരലോകം വിട്ടുപിരിയും നാം അതിവേഗം അങ്ങേ കരയിൽ നിന്നോ നാം നേടിയതെന്തെന്നറിയോ അങ്ങേ കരയിൽ നിന്നോ നാം നേടിയതെന്തെന്നറിയോ ലോകം വെറുത്തോ വില നാം അന്നാളറിയൂ ലോകം വെറുത്തോ വില നാം അന്നാളറിയൂ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവേ വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ വരുവിൻ കൃപകൾ പൊഴിയും കുരിശിൻ അരികിൽ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവേ വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവേ അവനാദ്യനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ അവനാദ്യനും അന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ 10,000 അതിശ്രേഷ്ഠനവൻ സുത്യനാം വന്ദ്യനാം ഹല്ലേലൂയ 10,000 അതിശ്രേഷ്ഠനവൻ സുത്യനാം വന്ദ്യനാം നായകൻ എന്റെ യേശു എനിക്കു നല്ലവൻ അവൻ എന്നുമെന്നും മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ പ്രൈസ് ദി ലോർഡ് മരുഭൂയാത്രയാതെ കഠിനം പ്രതികൂലങ്ങൾ അനുനിമിഷം മരുഭൂയാത്രയാതെ കഠിന പ്രതികൂലങ്ങൾ അനുനിമിഷം പകൽ മേഘസ്തംഭം രാത്രിയാൽ നിത്തുട എന്റെ അനുദിന വഴി നടത്തൂ പകൽ മേഘസ്തംഭം രാത്രിയാൽ നിത്തുട എന്റെ അനുദിനം വഴി നടത്തൂ
എന്റെ യേശു എനിക്കു നല്ലവേ, അവനെന്നുമെന്നും മതിയായവേ. എന്റെ യേശു എനിക്കു നല്ലവേ, അവനെന്നുമെന്നും മതിയായവേ. ഹല്ലേലൂയാ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോം, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരൂ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരൂ. എന്റെ യേശു എനിക്കു നല്ലവേ, അവനെന്നുമെന്നും മതിയായവേ. ആപത്തിൽ രോഗത്തിൽ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ. വിശ്വാസത്തോടെ ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. നമ്മുടെ ആപത്തിൽ രോഗത്തിൽ ഏത് പ്രയാസത്തിലും ഹല്ലേലൂയ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഏതവസ്ഥയിലും ഹല്ലേലൂയ, നമ്മുടെ ആപത്തുകളിൽ രോഗത്തുകളിൽ നമ്മളെ കൈവിടാത്ത നമ്മുടെ നല്ല നാഥൻ പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രി കാലവും നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ആ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നല്ല കർത്താവിനെ ഹല്ലേലൂയ നമ്മളെ തിരഞ്ഞെടുത്ത, അമ്മയുടെ ഉദരത്തിനും ആയിരുന്നപ്പോൾ ലോകസ്ഥാപനത്തിനുമേ നമ്മെ തിരഞ്ഞെടുത്ത നമ്മുടെ നല്ല കർത്താവ് പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ ഒരു യോഗ്യതയുമില്ല നമുക്ക് പറയുവാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രശംസയൊന്നുമില്ല. ആ കർത്താവിൻ്റെ കൃപ മാത്രമാണ് ഹല്ലേലൂയ നമ്മൾ ഇതുവരെ നിർത്തിയത്. ആ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Praise the Lord. Thank you, Lord. Thank you, Jesus. എന്നെ തിരഞ്ഞെടുപ്പ്, എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, കൃപ ഒന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ല, അങ്ങനെ ദയ മാത്രമാണ്. ഹല്ലേലൂയ. യേശുവേ. ഒരു മാന്യതയും പറയാനില്ല,
യേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ എന്നെ തിരഞ്ഞെടുപ്പാൻ എന്നെ മാനിക്കുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ ഒരു യോഗ്യതയും പറയാനില്ല കർത്താവേ കൃപ ഒന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാനില്ല കൃപ ഒന്നു മാത്രം യേശുവേ ഒരു യോഗ്യതയും പറയാനില്ല കൃപ ഒന്നു മാത്രം യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വീണ്ടും സ്തുതിക്കുന്നു കർത്താവേ. ഇത്രത്തോളം സമയം കർത്താവിന്റെ സന്നിധിയിൽ പാടി ആരാധിപ്പാൻ ഞങ്ങളെ സഹായിച്ച നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്തു കർത്താവേ. തുടർന്ന് കർത്താവേ വചന ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്ര ഹൃദയത്തോടെ ഞങ്ങളുടെ വചനം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അയക്കിനിടയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മറവിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അധികാരത്തോടെ ഞങ്ങളുടെ വചനം പറയുവാൻ നിർദാസമാരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ട കൃപയ്ക്കായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഇത്രത്തോളം അവിടുത്തെ കൃപയിൽ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. കർത്താവിന്റെ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ക്ലാസ്സിന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ ഇന്ന് രാത്രിയിൽ അറിയിച്ചു കൊള്ളട്ടെ. കഴിഞ്ഞ 7 ആഴ്ചകളിലായി കർത്താവിന്റെ അഭിഷിക്തൻ അനിൻ വർഗീസ് നമ്മളോട് വചനം സംസാരിച്ചു കൊണ്ടേയിരുന്നു. അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു. അത് കേട്ടവർക്കെല്ലാം അത് വളരെ അനുഗ്രഹമായിരുന്നു എന്നറിയുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ അഭിഷിക്തനെ അതിനുവേണ്ടി കർത്താവ് എടുത്ത് ഉപയോഗിക്കുവാൻ കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. തുടർന്നുള്ള സമയങ്ങൾ കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രിയിൽ നമ്മളോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിരുപാദത്തിലായിരിക്കാം. കർത്താവ് നമ്മെ എല്ലാം ധാരാളമായി സഹായിക്കും. നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ കുടുംബം, അതുപോലെ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഷാർജ ദൈവസഭ, അവിടെയുള്ള എല്ലാ ദൈവമക്കൾക്കും മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദത്തിലായിരിക്കാൻ എല്ലാ സാവകാശവും സ്വർഗത്തിലെ ദൈവം അനുവദിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ലോകത്തിന്റെ ചിത്രം വളരെ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. വിവിധ തരത്തിലുള്ള രോഗങ്ങള്, കാലാവസ്ഥ വ്യതിയാനങ്ങള് തുടങ്ങി വലിയ പ്രതിസന്ധികളാണ് ലോകത്തിൽ എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ കർത്താവിലുള്ള സന്തോഷത്തിലും സമാധാനത്തിലും ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള സ്നേഹം നിമിത്തം സമയം വേർതിരിക്കുവാൻ ബദ്ധപ്പാടുകളുടെ ഒക്കെ നടുവിലാണ്. വിശേഷാൽ നിങ്ങൾ പകലൊക്കെ അധ്വാനത്തിന് ശേഷം ആ ബദ്ധപ്പാടൊക്കെ ഉണ്ടെങ്കിലും കർത്താവിന്റെ പാദത്തിലേക്ക് വരുവാൻ ആവശ്യമായ കൃപ ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നമ്മള് തുയത്തൈര സഭയ്ക്കുള്ള ദൂതാണ് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ പഠനം ആരംഭിക്കുന്നതിന് മുമ്പേ നമ്മള് സംശയങ്ങൾക്ക് മറുപടി പറയുന്ന രീതി ഉണ്ടല്ലോ. അതുകൊണ്ട് അതിനുള്ള സമയമായിട്ട് ആദ്യ സമയം വേർതിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു സംശയത്തിന് മറുപടി പറഞ്ഞെങ്കിലും ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ അച്ചായനാണ് ആ സംശയം ചോദിച്ചത്. പക്ഷെ എൻ്റെ മറുപടി പൂർണ്ണമായിട്ട് തൃപ്തികരമായില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എങ്കിലും പിന്നെയും ഞാനത് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ
പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഒന്ന് രണ്ട് വാക്കുകളോട് ഇന്ന് പിന്നെയും പറയാം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ആദ്യം അത് പറഞ്ഞതിന് ശേഷം ഒരു സഹോദരി ചോദിച്ച സംശയമുണ്ട്, അത് അതിന്റെ തുടർന്ന് മറുപടി പറയുന്നതാണ്. ഇവിടെ നമ്മൾ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യമാണ് ഒന്ന് വിശദീകരിക്കുവാനായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ അച്ചായനെ ഓർപ്പിച്ചിരുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുകയാണ്. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതും ഇല്ല. ആ വാക്യം വായിച്ചാൽ പൊടുന്നനവേ ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ദൈവം ആരെയും പരീക്ഷിക്കുന്നില്ല എന്ന്. എന്നാൽ നമ്മൾ തിരുവെഴുത്തിന്റെ മറ്റ് വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ, മറ്റു വേദഭാഗങ്ങൾ മാത്രമല്ല, തൊട്ടു മുകളിലെ വാക്യം 12-ാം വാക്യം വായിക്കുമ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അത് പരീക്ഷ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. പരീക്ഷ ഉണ്ട്, അത് സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്, അവന് ജീവകിരീടം ലഭിക്കുമെന്നും വായിക്കുന്നുണ്ട്. 1 പത്രോസ് 1:7 വായിക്കുന്നു, വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. പരിശോധനയും പരീക്ഷയും ഒരേ വാക്ക് തന്നെയാണ്. പരീക്ഷയിൽ നമ്മൾ ചെയ്യുന്നത് പരിശോധിക്കുക. അതുപോലെ 1 കൊരിന്ത്യർ 10:13 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ ദൈവം വിശ്വസ്തനാണെന്ന്, അവൻ പരീക്ഷയോടുകൂടെ നീക്കുപോക്കും കൂടെ തരുന്ന ദൈവമാണ്. ഈ ഭാഗമൊക്കെ വായിക്കുന്നത് ദൈവ മക്കൾക്ക് പരീക്ഷയുണ്ട്, പരിശോധന ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ പിന്നെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇവിടെ 13-ാം വാക്യത്തിൽ യാക്കോബ് 1:13 പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടരുത് എന്നാരും പറയരുത് എന്ന് പറയുന്നത് ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ, ദോഷത്തിനായി പരീക്ഷിക്കപ്പെടുമ്പോൾ അത് ദൈവത്താലല്ല ഒരിക്കലും. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുകയില്ല. ഇടയ്ക്കത്തെ ഒരു ഭാഗം ഞാൻ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചിരുന്നു. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. അതിന്റെ അർത്ഥം ദൈവം ദോഷങ്ങളാൽ നമ്മളെ പരീക്ഷിക്കുകയില്ലെന്നല്ല, അത് വേറൊരു ആശയമാണ്. അവിടെ ദൈവം അത്ര പരിശുദ്ധനാണ് എന്നുള്ളതാണ്. ദോഷം ചെയ്യാനുള്ള, പാപം ചെയ്യാനുള്ള ഒരു പ്രേരണ പോലും കർത്താവിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്റെ പരിശുദ്ധിയുടെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി അതോടെ പറഞ്ഞിരിക്കുക. ആ ദൈവം നമുക്ക് ദോഷത്തിനായിട്ട് പരീക്ഷിക്കുകയില്ല, എന്നാൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളെ പരീക്ഷിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയുണ്ട്, അത് വിലയേറിയതാണെന്ന് നമ്മൾ വായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രയും മാത്രമേ ഞാൻ ഓർപ്പിക്കുന്നുള്ളൂ. മറ്റൊരു കാര്യം, പഴയ നിയമത്തിൽ നിന്നുള്ള എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞതൊക്കെ. 3 വിധത്തിലുള്ള പരിശോധന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പഴയ നിയമത്തിൽ നിന്നുള്ള എക്സാമ്പിളാണ് പറഞ്ഞത്. പഴയ നിയമത്തിൽ നിന്നുള്ള എക്സാമ്പിൾ കിട്ടിയപ്പോൾ ഞാൻ അത് പിന്നെ കൂടുതൽ അന്വേഷിക്കാനായിട്ട് പോയില്ല എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും പുതിയ നിയമ വിശ്വാസികളാണ്. പരിശോധനയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദൈവം നമ്മളെ നേരിട്ട് പരിശോധിക്കാറുണ്ട്. അതുപോലെ പിശാചിനാൽ ചിലപ്പോൾ പരീക്ഷിക്കപ്പെടുന്ന അവസരവുമുണ്ട്. 1-2 വേഗം നിന്ന് ഓർപ്പിക്കാം, അല്ലെങ്കിൽ പിന്നീട് നമ്മള് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം വായിക്കുമ്പോൾ ആശയം പറഞ്ഞു പോകുന്നേ ഉള്ളൂ, പിന്നെ പരിശോധിച്ചാൽ മതി. അവിടെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിലേക്ക് ആദ്യമായി സുവിശേഷവുമായി ചെല്ലുകയാണ്. അവിടെ സുവിശേഷം പറഞ്ഞു തുടങ്ങിയപ്പോൾ വലിയ എതിർപ്പും വലിയ പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി. ചിലർ രക്ഷിക്കപ്പെട്ടു, പക്ഷെ അവിടുത്തെ വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ താൻ അവിടെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയും, എന്നാൽ അന്ന് രാത്രി കർത്താവ് തന്നോട് പറയുന്നത്, നീ ഇവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കണം, നിന്നെ ആരും തൊടുകയില്ല എന്നൊരു വാക്ക്. അത് താനങ്ങ് ഏറ്റെടുക്കുകയാണ്. ദൈവം തനിക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്. അതിൽ താനങ്ങ് വിശ്വസിച്ചു. തന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ നിന്ന് പ്രവർത്തിക്കണം, ഇവിടെ ഒരു സഭയുണ്ടാകും, നിന്നെ ആരും തൊടുകയില്ല എന്ന്. പൗലോസ് ആ വാക്ക് കേട്ട് അവിടെ നിന്ന് പ്രവർത്തിച്ചു. ആ വിശ്വസിച്ച് അവിടെ നിന്ന് പ്രവർത്തിച്ചു. അപ്പോഴും അവിടെ എതിർപ്പുകളുണ്ടായി. തന്നെ പിടിച്ചുകൊണ്ട്, അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം വായിച്ചാൽ മതി, തന്നെ പിടിച്ച് അന്നത്തെ ദേശാധിപതിയായ ഗല്ലിയോന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തന്റെ പേരിൽ കുറ്റങ്ങളൊക്കെ ആരോപിച്ചപ്പോൾ ദേശാധിപതി പറഞ്ഞത്, നിങ്ങൾ കൈകാര്യം ചെയ്തോളാനാ, വേണ്ടി വന്നാൽ തല്ലിക്കോളാനാ പറഞ്ഞത്, ഞാൻ അതിനകത്തൊന്നും ഇടപെടത്തില്ലെന്ന്. പക്ഷെ അവരാരും പൗലോസിനെ തൊട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നോക്കുക, വിശ്വാസത്തോടെ നിന്നു. പ്രതിസന്ധി എത്രയുണ്ടെന്നറിയാം. ദൈവം കൊടുത്ത ആ നിർദ്ദേശം ഏറ്റെടുത്ത് വിശ്വാസത്തോടെ നിൽക്കുകയും ദൈവം തന്റെ വാഗ്ദത്തം നിവർത്തിക്കുകയും ചെയ്തു. ആരും തന്നെ
കുരുന്തിൽ വെച്ച് ഒന്നും ചെയ്തില്ല, തൊട്ടില്ല. വേറെ പല സ്ഥലത്ത് വെച്ച് തനിക്ക് ഒരുപാട് ഉപദ്രവങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഉപദ്രവമൊന്നും പേടിക്കുന്ന ആളുമല്ല. അപ്പോൾ അത് ദൈവം നേരിട്ട് നൽകിയ ഒരു വിശ്വാസത്തിന്റെ ഒരു പരിശോധനയൂടെയാണ് എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. രണ്ടാമത് ഞാൻ പറഞ്ഞത് ദൈവം ചിലപ്പോൾ പിശാചിനെ ഉപയോഗിക്കും എന്നുള്ളതാണ്. നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് ശരിക്കും പിശാച് പരീക്ഷിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് കർത്താവിനെ മരുഭൂമിയിലേക്ക് നടത്തിയെന്ന്. അപ്പം ദൈവത്തിന്റെ അനുവാദത്തോടു കൂടെ ആണ് അവിടെ പരീക്ഷ ഉണ്ടാകുന്നത്. പിന്നെ പിശാച് നേരിട്ട് പരീക്ഷിക്കും. അതാണ് കർത്താവ് പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത വാക്കുകൂടെ ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണേ. ദുഷ്ടൻ പിശാചാണ്. അപ്പൊ പിശാചിന്റെ പരീക്ഷയിൽ നമ്മൾ ഒരിക്കലും വീഴരുത്. മറ്റേ പരീക്ഷയൊക്കെ നമ്മുടെ യോഗ്യത വെളിപ്പെടുത്താനാണ്, അത് വിലയേറിയതാണ്. കർത്താവിന്റെ വരവിൽ നമ്മൾ അതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ എന്നാല് കർത്താവിനെ പരീക്ഷിക്കാൻ പരീക്ഷിച്ചത് പിശാചാണ്, പക്ഷെ അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി യൂദയിലേക്ക് പിശാച് പ്രവേശിച്ചിട്ടാണ് കർത്താവിനെ ഒറ്റുകൊടുത്തത്. പിശാചിന്റെ പരീക്ഷയിൽ അവനോട് പരാജയപ്പെട്ടു പോയി. അവിടെ വിജയിക്കേണ്ടതാണ്, പക്ഷെ അവിടെ പരാജയപ്പെട്ടു പോയി. അങ്ങനെ 3 വിധത്തിലുള്ള പരീക്ഷ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് എത്രത്തോളം തൃപ്തികരമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുന്നത്, ഞാൻ എപ്പോഴും സംശയങ്ങൾക്ക് മറുപടി പറയുന്നതായാലും ദൈവവചനം പഠിപ്പിക്കുമ്പോഴായാലും ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല നമ്മൾ വചനം സ്വീകരിക്കുന്നത്. എനിക്ക് ലഭിക്കുന്ന, ഞാൻ വളരെ ഉദാസീനമായിട്ടല്ല ദൈവത്തിന്റെ വചനം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. വളരെയധികം സമയം ദൈവസനയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തരുന്നതും ബോധ്യപ്പെടുന്നതും മാത്രമാണ് ഞാൻ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളൊക്കെ നമുക്ക് കാണും എന്നുള്ളതാണ്. ബൈബിൾ വ്യാഖ്യാനിക്കുന്നതിന്റെ ഒരു പൊതു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ബൈബിളിന്റെ മറ്റു ഭാഗങ്ങൾക്കെതിരാകരുത്, നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകുകയും വേണം. ഈ നിലയിലാണ് നമ്മൾ വചനം വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഒരേ ഭാഗത്തിന് തന്നെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതും അത് കേട്ട ശേഷം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവാത്മാവ് ബോധ്യപ്പെടുത്തുന്നെങ്കിൽ മാത്രം, ആ നിലയിൽ മാത്രമാണ് അത് സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനമായോ ഒരു അഭിപ്രായമായോ അതവിടെ ഇരുന്നാൽ മാത്രം മതി. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനി കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു സഹോദരി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്. ഒരു പ്രാവശ്യം ഭിന്നി സഹോദരൻ ചോദിച്ചിരുന്നു, പുതിയ യെരുശലേമില് ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. പുതിയ യെരുശലേമിനെ പറ്റി നമ്മൾ പഠിക്കുന്നത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലും 22-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളുമാണ്. അപ്പൊ ആ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ, അത് 21-ന്റെ 9 ഞാൻ ചൂണ്ടിക്കാണിച്ചു. അവിടെ യോഹന്നാന്റെ ദർശനത്തിൽ ആത്മവിവശതയിൽ പുതിയ യെരുശലേം കാണിച്ചു കൊടുക്കാം. ശരിക്കും അവിടെ പറയുന്നത് കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്ന പുതിയ യെരുശലേമാണ്. നമ്മൾ ഓർക്കുകയുണ്ടായി, പുതിയ യെരുശലേം നിർമ്മിക്കുന്നത് സ്വച്ഛ സ്ഫടിക തങ്കം കൊണ്ടാണ്. അതായത് ട്രാൻസ്പെയറന്റ് ആയിട്ടുള്ള തങ്കമാണ്. അപ്പൊ അതിനകത്ത് താമസിക്കുന്നവർ മുഴുവൻ പുറത്തുള്ളവർക്ക് കാണാം. അപ്പൊ പുറത്തൊരു ഉയർന്ന മലയിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ നോക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറയുകയും ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് കാണിക്കുകയും ചെയ്തു. ഈ പുതിയ യെരുശലേം എന്ന് പറയുന്നത്, പുതിയ യെരുശലേം എന്ന് പറയുന്നത് സ്വർഗമല്ല എന്നും കൂടെ നമ്മൾ അറിയാമായിരിക്കും എല്ലാവർക്കും. പുതിയ യെരുശലേം സ്വർഗമല്ല. അത് ഒരർത്ഥത്തിൽ സ്വർഗത്തെക്കാൾ കുറച്ചുകൂടി ഉന്നതമായ ഒന്നാണത്. അത് ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതുമാണ്. അതൊക്കെ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെ ആ വാക്യത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്, പുതിയ നിയമസഭ മാത്രമാണ്, കർത്താവിന്റെ മണവാട്ടി മാത്രമാണ്, കർത്താവിന്റെ കാന്ത മാത്രമാണ് പുതിയ യെരുശലേമിലുള്ളത്. പിന്നെ ത്രിയേക ദൈവമുണ്ട്, പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. കൂടാതെ സ്ഥിരവാസമായിട്ടുള്ളത് ഈ പുതിയ നിയമസഭ മാത്രമാണ്. എന്നാൽ അത് പുതിയ ഭൂമിയിലേക്കാണ് വരുന്നത്. അപ്പൊ പുതിയ ഭൂമിയിലേക്ക് വരുന്ന ഈ പുതിയ യെരുശലേമിന് ചുറ്റും ധാരാളം മനുഷ്യർ താമസിക്കുന്നുണ്ട്. ആ മനുഷ്യരെന്ന് പറയുന്നത് ഇന്നത്തെ സ്ഥിതിയിലുള്ള മനുഷ്യരല്ല. അത് ദൈവം മനുഷ്യനെ ആദിയിൽ സൃഷ്ടിച്ച അതേ നിലയിലുള്ള മനുഷ്യരാണ്. എന്ന് വെച്ചാൽ പാപമില്ലാത്ത മനുഷ്യരാണ്, അല്ലെങ്കിൽ അവർക്ക് മരണമില്ല,
രോഗമില്ല, ദുഃഖമില്ല, കണ്ണുനീരില്ല, അങ്ങനെയുള്ള അങ്ങനെയുള്ള നിലയിലുള്ള മനുഷ്യരാണ് അതിന് ചുറ്റും പാർക്കുന്നത്. അത് ചുറ്റും അതിന് മനുഷ്യർ പാർക്കുന്നുണ്ട്. അവർക്ക് ഇതിനകത്ത് ആവശ്യാനുസരണം വരാം, പുതിയ യെരൂശലേമിലേക്ക് വരികയും അവിടെ ത്രിയേക ദൈവമുണ്ട്, അവിടെ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് അവർക്ക് ഇതിനകത്തേക്ക് വരാം, വന്ന് തിരിച്ചു പോകാം. പക്ഷെ ഇതിനകത്ത് സ്ഥിരതാമസം ഈ സഭ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മറ്റൊരു വാക്യം കൂടെ സംശയമായിട്ട് ചോദിച്ചിരുന്നു. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. കർത്താവദാസനെ ഒന്ന് വായിച്ചാട്ട് എബ്രായ ലേഖനം 11:39-40. എബ്രായർ 11:39-40. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപ്രവൃത്തി പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അപ്പൊ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, പുതിയ യെരൂശലേമിൽ സഭ മാത്രമേ ഉള്ളൂ എന്നൊരു ചോദ്യം ഈ വാക്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ അതിന്റെ ഒരു വിശദീകരണം കൂടെ പറയാം എന്ന് വിചാരിക്കുന്നു. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 39-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്, അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവരെല്ലാവരും എന്നവിടെ പറയുന്നത് പഴയ നിയമ വിശുദ്ധന്മാരാണ്. കാരണം ഹാബേൽ മുതലുള്ള വിശുദ്ധന്മാരെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ ഇതിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിലുള്ളവരെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലുള്ള ചിലരുടെ ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ പഴയ നിയമ വിശുദ്ധന്മാരെ, വിശ്വാസ വീരന്മാരെ പറ്റിയാണ് 11-ാം അധ്യായത്തിൽ പറഞ്ഞു വരുന്നത്. എന്നിട്ട് പറയുകയാണ്, അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. വിശ്വാസത്തിന്റെ കാര്യത്തിൽ ദൈവത്തിൽ നിന്ന് അവർക്ക് സാക്ഷ്യം ലഭിച്ചു. അവരൊക്കെ നല്ല വിശ്വാസികൾ തന്നെയായിരുന്നു. അത് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്. എന്നാൽ അവർ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. എന്തായിരുന്നു പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്കുള്ള വാഗ്ദത്തം? അവരുടെ വാഗ്ദത്വം എന്ന് പറയുന്നത് അവർക്ക് സ്വസ്ഥതയുള്ള ഒരു രാജ്യം മശിഹ വന്ന് സ്ഥാപിച്ചു കൊടുക്കും എന്നുള്ളതാണ്. യേശു കർത്താവാണ് മശിഹ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം മശിഹ വരും എന്നും അവർക്ക് സ്വസ്ഥതയുള്ള ഒരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അവര് പഴയ നിയമകാലത്ത് നമുക്കറിയാം, ഒരിക്കൽ പോലും ഒരു സ്വസ്ഥത യഹൂദൻ അനുഭവിച്ചിട്ടില്ല. പഴയ നിയമ വിശുദ്ധന്മാര് അനുഭവിച്ചിട്ടില്ല. കാരണം അവരുടെ കുറ്റം തന്നെയാണ്, അവരുടെ അനുസരണക്കേട് കൊണ്ട് തന്നെയാണ്. പക്ഷെ അവർ അനുഭവിച്ചില്ല. പക്ഷെ അവർക്കൊരു വാഗ്ദത്വം ഉണ്ട്, നിങ്ങൾക്കൊരു സ്വസ്ഥതയുള്ള രാജ്യം മശിഹയാൽ സ്ഥാപിക്കപ്പെടുമെന്ന്. അവരത് കാത്തിരുന്നെങ്കിലും അവരുടെ കാലത്ത് ആ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. അതാണ് ആ വാക്യത്തിന്റെ അടിസ്ഥാനം അർത്ഥം. ഇനി 40-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിരുന്നു. പുതിയ നിയമ വിശ്വാസികൾക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് കരുതിയിരുന്നു എന്ന് പറയുമ്പോൾ, മനുഷ്യ ചരിത്രത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള യുഗങ്ങളുണ്ട്, ഘട്ടങ്ങളുണ്ട്, അതൊക്കെ നമുക്കറിയാം. അതിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ കൃപായുഗത്തിലെ വിശ്വാസികളാണ്. ഏറ്റവും അധികം ഭാഗ്യം. കാരണം യേശു കർത്താവിന്റെ മണവാട്ടി പദവി ലഭിക്കുന്നത് ചെറിയൊരു കാര്യമൊന്നും അല്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ദൈവത്തെ പിതാവെന്ന് വിളിക്കാനും പിതാവെന്നുള്ള നിലയിലേക്ക് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു കൂട്ടം ലോക ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ, ഇനിയും കഴിഞ്ഞതും ഇനി വരാൻ പോകുന്നതുമായ ചരിത്രത്തിൽ നമ്മളാണ്. അത് ഒരു കാര്യം. പിന്നെ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്കാണ് ശ്രേഷ്ഠമായ ഒന്ന് കരുതിയത്. എന്നിട്ട് പറയാണ്, അവർ നമ്മെ കൂടാതെ, പഴയ നിയമ വിശുദ്ധന്മാർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്, എല്ലാം നെഗറ്റീവായിട്ട് എഴുതിയിരിക്കുന്നത്. അത് പോസിറ്റീവ് ആക്കിയാൽ അവർ നമ്മളോട് കൂടെയാണ് ഇനി രക്ഷാപൂർത്തി പ്രാപിക്കാൻ പോകുന്നതെന്നല്ല. രക്ഷാപൂർത്തി എന്ന് പറയുന്ന ആത്മരക്ഷയെ കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്. രക്ഷ എന്നുള്ള വാക്ക് സന്ദർഭം അനുസരിച്ച് വേണം നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഈ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചായിരിക്കും എന്നുള്ളതാണ്. അല്പം കൂടെ ഞാൻ വിശദീകരിക്കാം, അപ്പോഴേ മനസ്സിലാകുകയുള്ളൂ. അപ്പൊ നമ്മുടെ കാലത്താണ്, പുതിയ നിയമകാലത്താണ് മശിഹ വന്നത്.
പുതിയ നിയമകാലത്ത് മശീഹ വന്നു, പഴയ നിയമകാലത്ത് വന്നില്ല. അവർക്ക് വാഗ്ദത്തം കൊണ്ട് മശീഹ വരുമെന്നും അവർക്കൊരു സ്വസ്ഥതയുള്ള രാജ്യം സ്ഥാപിച്ചു കൊടുക്കുമെന്നും. പക്ഷേ പഴയ നിയമകാലത്തല്ല വന്നത്, പുതിയ നിയമകാലത്തിലാണ് കർത്താവ് വന്നതെന്ന് മാത്രമല്ല, വന്ന് നമ്മളെ തൻ്റെ രാജ്യത്തിലാക്കി, ഒരു രാജ്യം താൻ സ്ഥാപിച്ചു, അതിലാക്കി. അത് ആത്മീയ രാജ്യമാണെന്ന് ഓർക്കണം. നമുക്കൊരു വാക്യം ഒന്ന് വായിച്ചാലോ? കൊലോസ്യർ 1:13. കൊലോസ്യർ 1:13 ഒന്ന് വായിക്കാം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഓക്കെ, നമ്മളെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി. ഇന്ന് നമ്മള് രക്ഷിക്കപ്പെട്ടവരെല്ലാം യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലാണ്. യേശുക്രിസ്തുവാണ് അവിടുത്തെ രാജാവ്. ആ യേശുക്രിസ്തു എന്ന രാജാവിന്റെ പ്രജകളാണ് നമ്മളെല്ലാവരും. യേശുക്രിസ്തുവാണ് നമ്മളെ ഭരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആത്മീയ അർത്ഥത്തിൽ ദൈവരാജ്യത്തിൽ ആണ്. അപ്പൊ അതാണ് നമുക്ക് കിട്ടിയ ശ്രേഷ്ഠത. അപ്പൊ നമ്മുടെ കാലഘട്ടത്തിലാണ്, പുതിയ നിയമ കാലഘട്ടത്തിലാണ് യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണം മുഖാന്തരം നമുക്ക് ലഭിച്ചത് തൻ്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് ആത്മീയ രാജ്യമാണ്. എന്നാൽ ഇനി ഒരു ആക്ഷരീക രാജ്യം വരുന്നുണ്ട്, ദൈവരാജ്യം. അതിനെയാണ് നമ്മൾ 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. ആക്ഷരീകമായ ഒരു രാജ്യം, അത് ഭൂമിയിൽ തന്നെയാണ് എന്ന് നമുക്കറിയാം. അത് കർത്താവ് വന്ന്, ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക, അത് എപ്പോഴാണ് നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് വരും, മധ്യാകാശത്തിലേക്ക് വരും, നമ്മളെ അവിടേക്ക് ചേർക്കും. അതായത് ക്രിസ്തുവിൽ മരിച്ചവരെ പുനരുത്ഥാനം ചെയ്യിച്ചും ജീവനോടിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തിയും കർത്താവ് തൻ്റെ അടുക്കൽ മധ്യാകാശത്തിൽ ചേർത്ത് നമുക്ക് പ്രതിഫലങ്ങൾ അവിടെ വെച്ച് തന്ന്, അതിനുശേഷം നമ്മയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോയി തുടർന്നുള്ള 7 വർഷം ത്രിയേക ദൈവത്തിന് ചുറ്റും നമ്മളിരുന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കും. അതിന്റെ ഒടുവിൽ കുഞ്ഞാടിന്റെ കല്യാണം നടക്കും. കല്യാണത്തെ തുടർന്ന് കർത്താവും ഈ കർത്താവിന്റെ മണവാട്ടിയായ നമ്മളും കൂടെ ഈ ഭൂമിയിലേക്ക് വരും. വന്ന് തേജസ്സിന്റെ സിംഹാസനത്തിലിരുന്ന് ചില കാര്യപരിപാടികൾ, യുദ്ധം ഉൾപ്പെടെ ചില കാര്യപരിപാടികളുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെയാണ് 1000 ആണ്ട് വാഴ്ച. ആ 1000 ആണ്ട് വാഴ്ചയെ കുറിച്ച് ഇന്ന് നമ്മൾ പഠിക്കുന്ന തുയത്തരെ കുറിച്ച് പഠിക്കുമ്പോഴും അല്പമായിട്ട് വരും. അപ്പൊ അതിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ നമ്മളും ഈ ലോകത്തിൽ, ഈ ഭൂമിയിലുണ്ട്. പക്ഷെ മനുഷ്യരായിട്ടല്ലെന്ന് ഓർക്കണം. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ കർത്താവിനോട് കൂടെ, കർത്താവും തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണ്. അന്ന് മനുഷ്യരും അവിടെ ജീവിക്കുന്നുണ്ട്. അതെല്ലാം ഇപ്പം വിശദീകരിക്കുന്നില്ല. അന്ന് മനുഷ്യരും അതിനകത്ത് കാണും. മനുഷ്യന്റെ ആയുസ് അന്ന് 1000 വർഷം ആയിരിക്കും. ജനനവും മരണവും ഉണ്ട്, പക്ഷെ മനുഷ്യന്റെ ആയുസ് അങ്ങ് നീണ്ട് 1000 വർഷമാകും. പിശാചിനെ പൂട്ടിയിട്ടിട്ടാണ് ഈ 1000 ആണ്ട് വാഴ്ച. അതുകൊണ്ട് അന്ന് ആരും പാപം ചെയ്യുന്നില്ല. പക്ഷെ പാപം മനസ്സുള്ളവരുണ്ടാകും, പക്ഷെ ചെയ്യുന്നില്ല. അതാണ് 1000 വർഷം. ആ 1000 വർഷത്തിൽ കർത്താവിനോട് നമ്മളുമുണ്ട്. ഇനി പഴയ നിയമ വിശുദ്ധന്മാരുടെ കാര്യം പറയാം. പഴയ നിയമ വിശുദ്ധന്മാര് മരിച്ചപ്പോൾ, അവരെല്ലാം മരിച്ചപ്പോൾ പോയത് അബ്രഹാമിന്റെ മടി എന്ന സ്ഥലത്തേക്കാണ്. എന്നാൽ കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ തൻ്റെ ആത്മാവ് ആ പാതാളത്തിലേക്ക് ചെന്ന്, പാതാളത്തിലെ ഒരു സ്ഥലമാണ് അബ്രഹാമിന്റെ മടി, അവിടേക്ക് ചെന്ന് ആ വിശുദ്ധന്മാരെ എല്ലാം പർദീസയിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ പർദീസയിൽ വിശ്രമിക്കുകയാണ്. അവരെ പുനരുത്ഥാനം ചെയ്യിക്കുന്നത്, അതിനകത്ത് അർത്ഥം പലരും പല നിലയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്നതനുസരിച്ച് അവരെ പുനരുത്ഥാനം ചെയ്യിക്കുന്നത് ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ടു മുമ്പുള്ള യഹോശാഫാത്ത് താഴ്വരയിൽ തേജസ്സിന്റെ സിംഹാസനം കർത്താവ് വെച്ച് ന്യായം വിധിക്കുന്ന സമയത്താണ് അവരെ പുനരുത്ഥാനം ചെയ്യിച്ച് അവർക്ക് പ്രതിഫലം കൊടുക്കുന്നത്. അവരും നമ്മോട് കൂടെ ഈ 1000 ആണ്ട് വാഴ്ചയിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ കാണും. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് അതാണ് ശരിയായ സ്വസ്ഥതയുടെ നാളുകൾ. യേശുക്രിസ്തു, നമ്മൾ യെശയ്യാ പ്രവചനം 32:1 വായിക്കുമ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും എന്ന് പറയുന്ന ആ കാലഘട്ടമാണത്. അന്ന് പഴയ നിയമ വിശുദ്ധന്മാരും നമ്മൾ ഒരുമിച്ചാണ് ഈ 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയുടെ ഒടുവിൽ വെള്ളസിംഹാസനം വെക്കുന്ന ഒരു കാര്യപരിപാടിയുണ്ട്. അതും കഴിഞ്ഞ് സകലരും ഒരുമിച്ച് അങ്ങ് സ്വർഗത്തിലേക്ക് പോകും. നമ്മളും പഴയ നിയമ വിശുദ്ധന്മാരും മഹാപീഡനകാല വിശുദ്ധന്മാരും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകും. അവിടെ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഈ പുതിയ യെരൂശലേം റെഡിയായി കിടക്കും. അതിൽ നമ്മൾ പ്രവേശിക്കും. ത്രിയേക ദൈവവും പ്രവേശിക്കും. ത്രിയേക ദൈവം പ്രവേശിക്കും എന്ന് പറയുമ്പോൾ പിന്നെ സ്വർഗത്തിൽ ഇല്ലെന്നല്ല എൻ്റെ അർത്ഥം. ദൈവം സർവ്വവ്യാപിയാകിയാൽ അവിടെയും ഉണ്ട്.
അപ്പോൾ ത്രിയേക ദൈവം അതിനകത്തുണ്ടാവും. എന്നിട്ട് ആ പുതിയ യെരൂശലേം പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അതിലാണ് പിന്നെ നമ്മൾ എന്നേക്കും വസിക്കുന്നത്. അതിൽ ഈ പഴയ നിയമ വിശുദ്ധന്മാരിൽ അവർ സ്വർഗത്തിലുണ്ട്. അവരും മഹാപഠന കാലത്തെ വിശുദ്ധന്മാരും ഒക്കെ സ്വർഗത്തിലാണ്. പക്ഷെ ഈ പുതിയ യെരൂശലേമിനകത്ത്, അതുകൊണ്ടാണ് നമ്മളാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറഞ്ഞത്, അതിനകത്ത് വസിക്കാനും അതിനകത്തുള്ള ജീവജല നദിയുടെ തീരത്തിരിക്കാനും അതിന്റെ ജീവനദിയുടെ ഇരുകരയിലും കാണുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാനും ഒക്കെ നമുക്കാണ് അധികാരവും അവകാശവും. അതുകൊണ്ടൊക്കെയാണ് നമ്മളാണ് ഏറ്റവും ശ്രേഷ്ഠമായവരെ ശ്രേഷ്ഠമായതൊന്ന് ഒരുക്കി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അതാണ്. ഏകദേശം മനസ്സിലായി കാണും. അത് പല പ്രാവശ്യം കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. വേറെയും വ്യാഖ്യാനങ്ങൾ ആ ഭാഗത്തിനുണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ ഭാഗം ഞാൻ പറഞ്ഞത് കേട്ട് ചിന്തിച്ച് ദൈവാത്മാവ് ബോധ്യപ്പെടുത്തുന്നെങ്കിൽ അംഗീകരിക്കുക, ഇല്ലെങ്കിൽ വേറെ കേട്ടിട്ടുള്ള വ്യാഖ്യാനത്തിൽ നിലനിൽക്കുക. വേറെ പല വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ തുയത്തേര സഭയിലേക്ക് വരികയാണ്. അപ്പോൾ തുയത്തേര സഭയ്ക്കുള്ള ദൂതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ആഗ്രഹം പഠിച്ച് ഇന്നുകൊണ്ട് തീർക്കണമെന്ന് തന്നെയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിലാണത് കാണുന്നത്. നമ്മളത് വായിച്ച് കേൾക്കുന്നതിന് മുമ്പ്, ഇച്ചിരി നീണ്ട ഭാഗമായതുകൊണ്ട് മുഖപുര പറഞ്ഞ ശേഷം നമുക്കത് വായിക്കാം. വായിക്കുമ്പോൾ അത് വിഭജിച്ച് നമുക്ക് വായിക്കാം. നമ്മൾ 5ആയിട്ട് വിഭജിച്ചാണല്ലോ പഠിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോ വിഭജനവും പറഞ്ഞ് നമുക്ക് വായിക്കുമ്പോൾ അല്പം കൂടെ മനസ്സിലാകും. തുയത്തേര എന്ന് പറഞ്ഞാൽ ആ പേരിന്റെ അർത്ഥം നിരന്തര യാഗം എന്നാണ് വേദ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. ഒരു പക്ഷേ തുയത്തേരയിൽ ഈ ആരാധനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. തുയത്തേരയില് അവിടുത്തെ അന്നുണ്ടായിരുന്ന മനുഷ്യർ, നമുക്ക് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ആരാധനയുള്ളത്, എല്ലാവർക്കും ആരാധനയുണ്ട്. അപ്പൊ ആരാധനയ്ക്ക് അവരുടെ ആരാധനയിലും ബലിയും മറ്റുമൊക്കെ ഉണ്ട്. ജാതീയമായ ആരാധനയിലും ബലിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് അതിനൊരു അർത്ഥം കൊടുത്തിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പ്രവചനപരമായി പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓർക്കുകയുണ്ടായി, 7-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു നീണ്ട കാലയളവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു കാലയളവാണ് തുയത്തേര സഭാ കാലഘട്ടം. അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ലളിതമാക്കി പറഞ്ഞാൽ, തുയത്തേര സഭയെ പോലെയുള്ള ഏതാണ്ട് അതേപോലെയുള്ള സഭകളായിരുന്നു 7-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നത്. എന്നാൽ നമ്മൾ ഓർത്തിട്ടുണ്ട്, അതേസമയം ഇന്നും തുയത്തേര സഭ പോലെയുള്ള സഭ ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. ഈ തുയത്തേരയുടെ ഒരു പ്രത്യേകത വലിയൊരു ബിസിനസ് കേന്ദ്രമായിരുന്നു എന്നുള്ളതാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത് വസ്ത്രമാണ്, പ്രത്യേകിച്ചും രക്താംബരം, അതുപോലെ തന്നെ ധൂമ്ര വസ്ത്രങ്ങൾ, ധൂമ്ര വർണ്ണമുള്ള വസ്ത്രങ്ങൾ. അപ്പൊ ഈ ധൂമ്ര വർണ്ണമൊക്കെ ഉണ്ടാക്കുന്നത് ഈ കടലിൽ ജീവിക്കുന്ന ഒരു ഷെല്ലിന്റെ സലൈവ കൊണ്ടാണ്, ഉമിനീര് കൊണ്ടാണ് ഈ ധൂമ്ര നിറം ഡൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. രാജാക്കന്മാരും വലിയ പ്രഭുക്കന്മാരും ഒക്കെയാണ് ഇത് ധൂമ്ര നിറമുള്ള വസ്ത്രമൊക്കെ ധരിക്കുന്നത് എന്നും കൂടെ നമുക്കറിയാം. അപ്പോൾ പ്രധാനമായിട്ട് അവിടുത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നത് രക്താംബരം, ധൂമ്ര വർണ്ണമുള്ള വസ്ത്രങ്ങൾ, കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. അതിന്റെ വലിയ ബിസിനസ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ആൾക്കാർ അവിടെ വരും. അത് മാത്രമല്ല, പൊന്ന്, വെള്ളി, അങ്ങനെ വിലയേറിയ വസ്തുക്കളൊക്കെ ഉരുക്കി ആഭരണങ്ങൾ ഉണ്ടാക്കുക, രൂപങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്യുന്ന ബിസിനസ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ബിസിനസ് കേന്ദ്രമായിരുന്നു. നമുക്കറിയാം, ബിസിനസ് കേന്ദ്രങ്ങളൊക്കെ സമ്പന്നമാകുമ്പോൾ സമ്പന്നതയോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ വരും. അഹങ്കാരവും അലങ്കാരവും ആഡംബരവും അന്യ ആരാധനയും പിന്നെ തുടങ്ങിയുള്ള സകല ദൈവഹിതമല്ലാത്ത എല്ലാ കാര്യങ്ങളും ഈ സമ്പന്നതയോട് കൂടെ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വളരെ കൃപയുള്ള ദൈവമക്കൾ മാത്രമേ സമ്പന്നതയിലും ദൈവകൃപയിൽ ആശ്രയിച്ച് വിനയപ്പെട്ട് യോഗ്യമായി ജീവിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർ ധാരാളമുണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ പൊതുവെ സാധാരണ സമ്പന്നത വരുമ്പോൾ അതിനോട് ചേർന്ന് എല്ലാ വിധത്തിലുള്ള തെറ്റായ നടപടികളും വരാൻ സാധ്യതയുണ്ട്. ഈ തുയത്തേരയും അതിനൊട്ടും മാറ്റം ഉണ്ടായിരുന്നില്ല.
അപ്പൊ നമ്മൾ ഓർത്തല്ലോ, തുയത്തൈര എന്ന് പറയുന്നത് ഈ വസ്ത്രത്തിന് വളരെ പ്രാധാന്യമുള്ള സ്ഥലമായിരുന്നു എന്നതുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു സഹോദരിയെ ഓർമ്മ വന്നു കാണും. ഞാൻ വിചാരിക്കുകയാണ് അത് ലുദിയ ആണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നമ്മള് തുയത്തൈരക്കാരിയായ ലുദിയയെ കാണുന്നുണ്ട്. ഫിലിപ്പിയയിൽ വെച്ച് ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ആ സഹോദരി ഫിലിപ്പിയിൽ വന്നതായിരിക്കാം എന്ന് വേണം വിചാരിക്കാൻ. അവിടെ വെച്ച് പൗലോസിന്റെയും മറ്റു കൂട്ടരുടെയും സുവിശേഷം കേൾക്കുകയും രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും സമർപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ സഹോദരിയെ, തുയത്തൈരക്കാരിയായ രക്താംബരം വിൽക്കുന്ന ലുദിയ എന്ന സഹോദരിയെ പറ്റി എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും അത് ഓർക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ആ സഹോദരി പിൽക്കാലത്ത് മടങ്ങി തുയത്തൈരയിൽ പോവുകയും അവിടെ ഒരു പ്രവർത്തനം ആരംഭിക്കുകയും അനേകരുടെ സഹായത്തോടുകൂടി പ്രവർത്തിച്ച് ഒരു സ്ഥല സമയം ഉണ്ടായതാകാം. അങ്ങനെ കൃത്യമായ ചരിത്രമൊന്നുമില്ല, ചിലർ അങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഏതാണ്ട് ഒരു മുഖവരയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. ഇനി നമുക്ക് ഇതിനെ വിഭജിക്കാം. അപ്പൊ വിഭജിക്കുമ്പോൾ ഞാൻ ഓരോ വിഭജനവും പറയുമ്പോൾ നമുക്ക് ആ വാക്യങ്ങളും വായിച്ച് കേൾക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എളുപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലോ. നമ്മൾ ഓരോ സഭയ്ക്കുള്ള ദൂതും 5ആയി വിഭജിച്ചാണ് പഠിക്കുന്നത്. ഓർക്കുന്നുണ്ടല്ലോ, കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നു, നന്മയുണ്ടെങ്കിൽ പറയുന്നു, തിന്മയുണ്ടെങ്കിൽ പറയുന്നു, ബുദ്ധി ഉപദേശം നൽകുന്നു, പാരിതോഷികം പ്രഖ്യാപിക്കുന്നു. ഇതാണ് അതിന്റെ രീതി. നമുക്കിനി ഒന്ന് വായിച്ച് കേൾക്കാം. 18 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. 18-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നു. വായിക്കാം. 18. തുയഥൈരയിലെ സഭയുടെ ദൂതൻ എഴുതുക: അഗ്നിജാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് അവർക്ക് നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നു എന്നുള്ള 19-ാം വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയെന്നും അറിയുന്നു. അതാണ് അവരുടെ നന്മ. അടുത്തത് അവർക്ക് എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ പറയുന്നു എന്നുള്ളതാണ്. അതാണ് 20-ാമത്തെ വാക്യം. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. അതാണ് അവരെ കുറിച്ച് പറയുന്ന തിന്മ. ഇനി അവർ കൊടുക്കുന്ന ബുദ്ധി ഉപദേശമാണ്. അത് 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. വായിക്കാൻ. അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളെ പ്രവർത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയഥൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഉള്ളത് പിടിച്ചു കൊടുക്കുക അല്ലേ? അതെ. ഇനി അവർക്ക് കൊടുക്കുന്ന പാരിതോഷികത്തെ പറ്റി പറയാണ്. അവർക്ക് കൊടുക്കാൻ പോകുന്ന സമ്മാനത്തെ പറ്റിയുള്ള വാഗ്ദാനം 26 മുതൽ 29 വരെ. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വേഗമായിട്ടത് ഒന്ന് ചിന്തിച്ചു പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ഒന്നാമതായിട്ട് കർത്താവ് തന്നെ പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തുന്നതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണെന്നും വെള്ളോട്ടിന് സദൃശമായ കാല് ഉള്ളവനെന്നുമാണ് കർത്താവിനെ തന്നെത്താൻ അവിടെ പരിചയപ്പെടുത്തുന്നത്. നാം ഓർക്കുകയുണ്ടായി 1-ാം അധ്യായത്തിൽ കർത്താവിനെ, തേജോമയനായ കർത്താവിനെ അവതരിപ്പിക്കുന്നുണ്ട്. അവിടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോ ഭാഗം അടർത്തിയെടുത്തിട്ടാണ് ഓരോ സഭകൾക്കുള്ള ദൂതിന്റെയും ആദ്യ ഭാഗത്ത് കർത്താവിനെ തന്നെത്താൻ പരിചയപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ അത് ഏതെങ്കിലും ഒരു ഭാഗം സൗകര്യം പോലും അടർത്തിയെടുത്ത് വെക്കുകയല്ല. പകരം ആ സഭയ്ക്ക്
എന്താണ് ആവശ്യം, എങ്ങനെയുള്ള കർത്താവിനെയാണ് ആവശ്യം എന്ന് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കിക്കൊണ്ടാണ് ആദ്യ ഭാഗത്ത് കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്, നമുക്കറിയാം സകലവും കാണുന്ന കണ്ണാണത്. നമ്മൾ പഠിച്ചതാണ്, വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നോക്കുക, ഈ തുയത്തൈര സഭയെ നോക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. കുറേ വളരെ തിന്മയായ കാര്യങ്ങളുമുണ്ട്, അതും കാണുന്ന കണ്ണാണ് എന്നുള്ളതാണ്. അതാണ് ആ കണ്ണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വെള്ളോട്ടിന് സദൃശ്യമായ കാല് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മളത് ചിന്തിച്ചാണ്. അത് പരിശുദ്ധിയെ കാണിക്കുന്നതാണ്, അത് ബലത്തെ കാണിക്കുന്നതാണ്, അത് അട്രാക്ഷനെ കാണിക്കുന്നതാണ്, അതൊക്കെ നമ്മൾ ഓർത്തതാണ്. പക്ഷെ അതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൊണ്ട് കണ്ട് അവരുടെ ദോഷപ്രവർത്തികളൊക്കെ കാണുകയും അറിയുകയും ചെയ്തിട്ട് തക്കതായ ശിക്ഷ കൊടുക്കുമെന്നാണ് ആ കാല് അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അത് എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ ഈ രാജാക്കന്മാർ ഇരിക്കുന്ന സിംഹാസനം, ആ സിംഹാസനത്തിൽ അവർ ഇരിക്കുമ്പോൾ അവർ കാല് ചവിട്ടുന്ന ഒരു പീഠമുണ്ട്. ഇപ്പൊ ഫറോ രാജാവിന്റെ ഒക്കെ കൊട്ടാരം കൊട്ടാരം അവിടെ സന്ദർശിക്കാമെങ്കിൽ ആ സിംഹാസനം, മ്യൂസിയത്തിൽ അതൊക്കെ ഉണ്ട്, സിംഹാസനം അവിടെ ഉണ്ട്. ആ സിംഹാസനത്തിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ കാല് ചവിട്ടുന്ന ഒരു പീഠമുണ്ട്. ആ പീഠത്തിൽ ശത്രു രാജ്യത്തിന്റെ പടവും ചിലപ്പോഴൊക്കെ ആ ശത്രു രാജ്യത്തെ രാജാവിന്റെ പടവും കുത്തിവെച്ചിരിക്കും. അതിന്മേൽ കാല് ചവിട്ടിയാണ് അവർ ഇരിക്കുന്നത് തന്നെ. അതിന്റെ അർത്ഥം, നിന്നെ ഇന്നല്ലെങ്കിൽ നാളെ ശത്രു രാജ്യത്തെ രാജാവിനെ കീഴ്പ്പെടുത്തും, ചവിട്ടി മെതിക്കും എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഏതാണ്ട് ആ ആശയം വരുന്ന നിലയിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണത്? നിങ്ങളുടെ സകലതും ഞാൻ കാണുന്നു, നല്ലത് കാണുന്നുണ്ട്, അതോടൊപ്പം നിങ്ങളുടെ തിന്മയെല്ലാം കാണുന്നുണ്ട്, അതിനനുസരിച്ചുള്ള ശിക്ഷയും നിങ്ങൾക്ക് തരും എന്നാണ് ആ വാക്കിലൂടെ, ആ പ്രയോഗത്തിലൂടെ വെളിപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും നോക്കുക, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇടയ്ക്കൊന്നൊന്ന് ചൂണ്ടിക്കാണിക്കാം. 22-ാം വാക്യത്തിൽ വായിക്കണ്ട, നമ്മൾ വായിച്ചതാണല്ലോ, അവിടെ അവർ ചെയ്യുന്ന രഹസ്യമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. രഹസ്യമായ ചില കാര്യങ്ങൾ അത് കർത്താവ് കാണുന്നു, അതിനെ ശിക്ഷിക്കും. 23-ാം വാക്യത്തിൽ 2 കാര്യങ്ങൾ കാണുന്നുണ്ട്. 23 ഒന്ന് വായിക്കാം, കുഴപ്പമില്ല, വായിച്ചാട്ടെ. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും, ഞാൻ ഉൾപ്പൂകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. നോക്കുക, 22-ാം വാക്യത്തിൽ അവരുടെ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ അറിയുന്നു. 23-ാം വാക്യത്തിൽ ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും അറിയുന്നു. അത് തോട്ട്സ് ആൻഡ് വിഷസ് എന്നാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തകൾ അറിയുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പിന്നീട് അതേ വാക്യത്തിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ഇതിനെല്ലാം ന്യായം വിധിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നോക്കുക, ഈ കണ്ണ് കൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ ദുഷ്പ്രവൃത്തികളും, സൽപ്രവൃത്തികൾ കാണുന്നുണ്ട്, അതോടൊപ്പം സകല ദുഷ്പ്രവൃത്തികൾ കാണുകയും അതിനെ ശിക്ഷിക്കുകയും ചെയ്യുമെന്നാണ് ഈ ഇൻട്രൊഡക്ഷനിലൂടെ കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നതിലൂടെ വെളിപ്പെടുത്തുന്നത്. ഞാൻ ഇനി വേഗം, നമ്മൾ വചനപഠനം ആകുമ്പോൾ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തരുന്നത് പറഞ്ഞു പോകണമല്ലോ, അതുകൊണ്ട് എന്തിനെയൊക്കെ ദൈവം ന്യായം വിധിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞാൽ ആവർത്തിക്കായിരിക്കും, കുഴപ്പമില്ല. മത്തായിയുടെ സുവിശേഷം 12:36 ഒന്ന് വായിച്ചേ, വേഗം വാക്യങ്ങൾ വായിച്ചങ്ങ് പോവാം. മത്തായി 12:36. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏത് നിസ്സാര വാക്കിനും, വിശദീകരിക്കുന്നില്ല, ഏത് നിസ്സാര വാക്കിനെയും ദൈവം ന്യായം വിധിക്കും. നമ്മൾ ഇന്ന് പറഞ്ഞ വാക്കുകൾ ഒക്കെ നമ്മൾ വിചാരിക്കും അത് നമ്മൾ മറന്നു, എല്ലാവരും മറന്നു, പക്ഷെ അതെല്ലാം നോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ആവശ്യം വന്ന സാക്ഷികളെ ദൈവത്തിന് കൊണ്ടുവരാൻ പറ്റും. മണ്ണിനെയും പൊടിയെയും ഒക്കെ സാക്ഷികളായി കൊണ്ടുവരും എന്നുള്ളതാണ്. അതിന് ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. പൊടികളൊക്കെ വന്ന് സാക്ഷ്യം വേണ്ടി വന്നാൽ പറയും. അപ്പൊ നമ്മൾ വാക്കുകൾ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം.
ഓരോ വാക്ക് സൂക്ഷ്മതയോടെ പറയണം. 2 വട്ടം ആലോചിക്കാതെ ഒരു വാക്കും പറയരുത്. നിസ്സാര വാക്കുകൾക്ക് ന്യായം വിധിക്കുമെങ്കിൽ പിന്നെ നമ്മൾ ഗൗരവമായി കാര്യമായി പറയുന്ന വാക്കുകളുടെ കാര്യമൊക്കെ ഓർക്കണം. അത് ആരോടും, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, അപ്പനോട്, അമ്മയോട്, സഹോദരങ്ങളോട്, അയൽവക്കക്കാരോട്, സഭയിൽ വിശ്വാസികളോട്, ആരോടും ആരെയും കൃപയില്ലാത്ത വാക്ക്, ഉപ്പിനാൽ രുചി വരുത്താത്ത വാക്ക് ഒരിക്കലും നമ്മൾ പറയരുത്. അത് ന്യായം വിധിക്കുന്നതാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. അടുത്തത് റോമാലേഖനം 2:16. റോമർ 2:16. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. നോക്കുക, രഹസ്യങ്ങളെ ന്യായം വിധിക്കും. ഇവിടെ നമ്മൾ 22-ാം വാക്യത്തിൽ രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പൊ രഹസ്യങ്ങളെ ദൈവം ന്യായം വിധിക്കും. അടുത്തത് 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. 5 കൂടെ വായിച്ചാട്ടെ. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. പുകഴ്ചയാണ് നമ്മുടെ ചിന്തകൾ പുകഴ്ത്താൻ പറ്റുന്നതാണെങ്കിൽ പുകഴ്ത്തും, അല്ല ന്യായം വിധിക്കേണ്ടതാണെങ്കിൽ ന്യായം വിധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചിന്തകളെ ന്യായം വിധിക്കും. ഇനിയും വെളിപ്പാട് പുസ്തകം 22:12. വെളിപ്പാട് 22:12. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. പ്രവൃത്തികൾക്കനുസരിച്ച് ന്യായം വിധിക്കും. അതൊക്കെ നമ്മളിവിടെ കണ്ട് 23-ാം വാക്യത്തിൽ ചിന്തകളെയും പ്രവൃത്തികളെയും കൊണ്ട് ഇതിനെല്ലാം ന്യായം വിധിക്കും. അപ്പൊ ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവിടെ ആ പ്രയോഗം, ഞാൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനും വെള്ളൂട്ടിന് സദൃശമായ കാലുള്ളവനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളെ മുഴുവനായിട്ട് ഞാൻ കാണുന്നു, അറിയുന്നു, സകലത്തിനും ന്യായം വിധിക്കും, കണക്ക് നിങ്ങൾ ബോധിപ്പിച്ചേ പറ്റൂ എന്നുള്ളതാണ്. ഇത് നമ്മൾ ഓർത്തു, നമ്മുടെ സഭയ്ക്കുള്ളതാണ്, നമുക്കുള്ളതാണ്, വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. അതുകൊണ്ട് വ്യക്തിപരമായി നമുക്കുള്ള ദൂതം എന്നുള്ള നിലയിൽ നമ്മൾ ഏറ്റെടുത്ത്, നമ്മുടെ സഭയ്ക്കുള്ള ദൂതം എന്നുള്ള നിലയിൽ ഏറ്റെടുത്ത് നമ്മൾ തുടർന്നുള്ള നാളുകളിൽ ജീവിക്കണം. അതിനാണല്ലോ നമ്മൾ പഠിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ തുയത്തര സഭയ്ക്കുള്ള ദൂത് പഠിച്ചിട്ട് ചരിത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇനിയും നന്മയാണ് നമ്മൾ ഇനി അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. 19-ാം വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. 3 കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് നന്മയായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ചിന്തിക്കാനായിട്ട് കഴിയും. ഒന്ന്, കർത്താവ് പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറയുന്നു. ഓരോന്ന് പറഞ്ഞങ്ങ് പോകാം എന്ന് വിചാരിക്കുക. അത് നമ്മൾ നേരത്തെ ചിന്തിച്ച പ്രവൃത്തി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സൽപ്രവൃത്തികളാണ്. അത് നമ്മൾ എഫെസോസിലുള്ള സഭയ്ക്കുള്ള ദൂത് പഠിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചതാണ്. അപ്പൊ നമ്മുടെ പ്രവൃത്തി അറിയുന്നു, നമ്മൾ എന്തൊക്കെ സത്പ്രവൃത്തികൾ ചെയ്യുന്നു എന്ന് അറിയുന്നു. ഈ സൽപ്രവൃത്തികൾക്ക് വേറൊരു പേര് നീതി പ്രവൃത്തികൾ എന്നും അതിന് പറയാം. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഈ ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. വെളിപ്പാട് 19:8 ഒന്ന് വായിച്ചു. വെളിപ്പാട് 19:8. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. വിശുദ്ധന്മാരായ നമ്മൾ, ദൈവമക്കളായ നമ്മളെയാണ് വിശുദ്ധന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധന്മാരായ നമ്മൾ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെയ്യുന്ന സത്പ്രവൃത്തികളൊക്കെയാണ് കുഞ്ഞാടിന്റെ കല്യാണത്തിൽ കാന്തയായ നമ്മൾ അണിയാൻ പോകുന്ന വസ്ത്രം. ആത്മീയമായിട്ടേ മനസ്സിലാക്കാവൂ. അന്നല്ലാതെ കണ്ട് ഏതെങ്കിലും ഒരു വസ്ത്രം പ്രത്യേകമായിട്ട് ഈ ഭൂമിയിലെ പോലെ ധരിക്കുന്നു എന്ന് ചിന്തിക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്ത സത്പ്രവൃത്തികളെല്ലാം അന്ന് വെളിപ്പെടും. അന്ന് വെളിപ്പെടുത്താനുള്ള ഒരു അവസരം ഉണ്ടായി. ഇന്ന് സത്പ്രവൃത്തികളും നീതി പ്രവൃത്തികളും ഒക്കെ രഹസ്യമായിരിക്കണം. ഒന്നും പബ്ലിക് അറിയാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യരുത്. നമ്മൾ നീതി പ്രവർത്തികൾ ചെയ്യണം, സത്പ്രവർത്തികൾ ചെയ്യണം. പബ്ലിക് അറിയാൻ വേണ്ടി പരസ്യപ്പെടുത്തുകയോ അറിയുന്നവണ്ണമുള്ള പണി ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. അതങ്ങനെ തന്നെ കിടക്കട്ടെ. അതൊന്നും ആരും അറിയേണ്ടതല്ല. പക്ഷെ കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. നമ്മൾ ചിന്തിച്ചല്ലോ, നാം അറിയിക്കാതെ സകലവും അറിയുന്ന ഒരാളാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് അത് അന്ന് നമ്മുടെ വസ്ത്രത്തിൽ അത് തൊങ്ങലുകളായി അല്ലെങ്കിൽ പ്രത്യേകിച്ച് മനോഹരമായ നമ്മുടെ മഹത്വം വെളിപ്പെടുന്ന ഒരു സമയമായിരിക്കും.
നമ്മുടെ വിവാഹ ദിവസം എന്നുള്ളതാണ്, കുഞ്ഞാടിന്റെ കല്യാണ ദിവസം എന്ന് ആത്മീയ അർത്ഥത്തിൽ അത് മനസ്സിലാക്കണമെന്ന് ഞാൻ സ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യണം. ഞാൻ ആ ഭാഗം ഇന്നും ചിന്തിച്ചപ്പോൾ ഓർക്കുകയുണ്ടായി, നമ്മൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല അതെല്ലാം അറിയുന്നുണ്ട്. നമ്മൾ എന്ത് ലക്ഷ്യത്തിൽ ചെയ്തു എന്നറിയുന്നുണ്ട്. കർത്താവ് പറഞ്ഞതുപോലെയാണോ ചെയ്തത് അല്ലയോ എന്ന് കർത്താവ് അറിയുന്നുണ്ട്. നമ്മൾ എന്തുമാത്രം ചെയ്തു, കർത്താവ് നമ്മളോട് പറഞ്ഞിടത്തോളം ചെയ്തോ ഇല്ല, ഇതെല്ലാം കർത്താവ് അറിയുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ കണ്ണിന്റെ മുൻപിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അറിഞ്ഞ് ആവോളം നമ്മൾ പരമാവധി സത്പ്രവർത്തികൾ, നീതി പ്രവർത്തികൾ നമ്മൾ ചെയ്യണം. ഈ ത്വൈതര സഭയിൽ അനുഗ്രഹീതമായ ആ സൽ സ്വഭാവം അവർക്ക് ഉണ്ടാകും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, നിന്റെ സ്നേഹം, വിശ്വാസം, അതുപോലെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത, ഇതെല്ലാം കർത്താവ് അറിയുന്നു എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും, പിന്നെ അടുത്തത് പിന്നെ നോക്കാം, എന്നിവ അറിയുന്നു. അപ്പൊ അവർക്കുണ്ടായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട 4 സ്വഭാവ വിശേഷതകൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, അതിന് വളരെ പ്രാധാന്യമാണ്. ഒന്ന് സ്നേഹം. അത് കിങ് ജെയിംസ് വേർഷൻ നോക്കുമ്പോൾ അത് ചാരിറ്റി എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ സ്നേഹം അത് ദൈവസ്നേഹമായിരിക്കണം. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. ദൈവസ്നേഹമായിരിക്കണം. ദൈവസ്നേഹത്തിന്റെ പ്രത്യേകത അന്ന് പറഞ്ഞതിനപ്പുറമായിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ, നമ്മളെയൊക്കെ ദൈവം സ്നേഹിച്ചത് ഒരു കുറവുമില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് കുറവുകളോടുകൂടെയാണ് നമ്മളെ സ്നേഹിച്ചത്. ഒരുപാട് കുറവുകൾ നമ്മിൽ ഉള്ളപ്പോൾ തന്നെ, തെറ്റുകൾ ഉള്ളപ്പോൾ തന്നെ നമ്മളെ സ്നേഹിക്കുകയാണ് ചെയ്തത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മളും മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ഒരു കുറവുമില്ലാത്തവരെ അല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, കുറവുള്ളവരെയും നമ്മൾ സ്നേഹിക്കണം. എന്ന് മാത്രമല്ല, കർത്താവ് സ്നേഹിക്കുമ്പോൾ തന്നെ വെറുക്കുന്നവരെയും തന്നെ വേദനിപ്പിക്കുന്നവരെയും കർത്താവ് സ്നേഹിക്കുകയാണ്. നമ്മളൊക്കെ എങ്ങനെയായിരുന്നു? വെറുക്കുന്നവരായിരുന്നു, വേദനിപ്പിക്കുന്നവരായിരുന്നു, പക്ഷെ നമ്മളെ സ്നേഹിച്ചു. ഇതുപോലെ നമ്മളെ വെറുക്കുന്നവരെ, നമ്മളെ വേദനിപ്പിക്കുന്നവരെ, നമ്മളെ ഉപദ്രവിക്കുന്നവരെ, കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ അതൊക്കെ ഉണ്ട്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ നോക്കുക, ഇതാണ് നമ്മൾ ആ സ്നേഹത്തിലൂടെ വെളിപ്പെടുത്തേണ്ടത്. കുറവുകൾ ഉണ്ടെങ്കിലും നമ്മളെ ഉപദ്രവിച്ചു, വേദനിപ്പിച്ചു, കണ്ണീർ കുടിപ്പിച്ചു, ബുദ്ധിമുട്ടിച്ചു, കഷ്ടപ്പെടുത്തി, ഒന്നും പ്രശ്നം. അത് നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മൾ ഹൃദയം അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാമെങ്കിൽ, ദൈവസ്നേഹത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തോന്നുകയില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് നമുക്കൊരു ഒരു ഒരു സിമ്പതിയാ തോന്നുന്നത്. അയ്യോ, പിശാചിന്റെ കയ്യിൽ അകപ്പെട്ടാണല്ലോ അവർ ചെയ്യുന്നത്. ഓർക്കുക, കേവലം വാക്കുകളിൽ സ്നേഹം ഒതുങ്ങി നിൽക്കരുത്, അത് പ്രവർത്തികളായി, സ്നേഹപ്രവർത്തികളായി മാറണം. അത് അവർക്കുണ്ടാകും. അടുത്തത് വിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. വിശ്വാസം എന്നുള്ളതിന് ചില പരിഭാഷയിൽ വിശ്വസ്തത എന്നുള്ള വാക്കാ, ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസ്തത. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ വിശ്വസ്തരായിരിക്കണം, സത്യസന്ധരും കൃത്യനിഷ്ഠയുള്ളവരും അതുപോലെ ലോയലുമായിരിക്കണം. അക്കാര്യം നമ്മൾ ഓർത്തിട്ടുള്ളതാണ്. അത് എന്തിനോടൊക്കെ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ചിന്തിക്കാം. മറ്റൊന്ന്, നമ്മൾ കർത്താവിൽ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റവും ഉറച്ചതായിരിക്കണം എന്നുള്ളതാണ്. ഒരു വാക്യം ഒന്ന് വായിച്ചുകൊണ്ട് ഞാനത് പറയാമെന്ന് വിചാരിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസം ഉറച്ചതായിരിക്കണം എന്ന് പറയുമ്പോൾ അതെന്താ മനസ്സിലാക്കേണ്ടത്? എബ്രായ ലേഖനം അതിന്റെ 10:38 ഒന്ന് വായിച്ചിട്ട്. എബ്രായർ 10:38. എബ്രായർ 10:38. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നെങ്കിൽ വായിച്ചു. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം. അപ്പൊ ഈ വാക്യം നമ്മൾ പെട്ടെന്ന് വായിച്ചാൽ, പല വാക്യങ്ങളും അങ്ങനെയാണ്, പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന അർത്ഥമല്ല അതിന്റെ യഥാർത്ഥമായിട്ടുള്ളത്. പെട്ടെന്ന് വായിച്ചാൽ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ സാമ്പത്തികമായ കുറെ പ്രതിസന്ധി വന്നു,
അത് കർത്താവ് മാറ്റിത്തരും. അങ്ങനെ വിശ്വസിക്കണം തീർച്ചയായിട്ടും. അതുപോലെ നമുക്ക് രോഗം വന്നു, കർത്താവ് മാറ്റിത്തരും. നമുക്ക് ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ വന്നു, കർത്താവ് അത് മാറ്റിത്തരും. നമുക്ക് ജോലി നഷ്ടപ്പെട്ടു, വേറൊരു ജോലി കർത്താവ് തരും. അതൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. കർത്താവ് അത് ചെയ്യാൻ കഴിയുന്ന കർത്താവാണ്. എന്നാൽ ചിലപ്പോൾ തന്നില്ലെന്നും ഇരിക്കും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ആരോഗ്യത്തിലൂടെ മാത്രമല്ല കർത്താവിന് നമ്മളെ നടത്താൻ കഴിയുന്നത്, അനാരോഗ്യത്തിലൂടെയും നടത്താൻ കഴിയുമെന്ന് നമ്മൾ ഓർക്കണം. സമ്പന്നതയിലൂടെ മാത്രമല്ല നമ്മളെ നടത്താൻ കഴിയുന്നത്, ദാരിദ്ര്യത്തിലൂടെ നടത്താൻ കഴിയും എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, സിംഹക്കുഴിയിൽ ഇടാതെ നമ്മളെ സൂക്ഷിക്കാൻ കഴിയും, സിംഹക്കുഴിക്ക് അകത്തും നമ്മളെ സൂക്ഷിക്കാൻ കഴിയും. ഇതാണ് ശരിയായ വിശ്വാസം എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കളുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ, അവരുടെ യാത്ര നമ്മൾ പരിശോധിക്കുമ്പോൾ, മിസ്രൈമിൽ നിന്നുള്ള യാത്രയിൽ ചെങ്കടൽ കഴിഞ്ഞ് അവർ ശൂർ മരുഭൂമിയിൽ വന്നതായിട്ട് വായിക്കുന്നു. ശൂർ മരുഭൂമി, അവിടെ നമ്മൾ വായിക്കുന്ന അതിമനോഹരമായ ഒരു കാര്യമുണ്ട്, എന്നെ വല്ലാണ്ട് ആകർഷിച്ചിട്ടുള്ളതാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ശൂർ മരുഭൂമിയിൽ 3 ദിവസം വെള്ളമില്ലായിരുന്നു. 3 ദിവസം വെള്ളമില്ല. ആ മരുഭൂമിയിൽ കൂടെ അവർ യാത്ര ചെയ്യുകയാണ്. നമുക്ക് ദൈവത്തോട് തന്നെ ഒരു നീരസമൊക്കെ തോന്നി. എന്തൊരു ദൈവമായത്, 3 ദിവസവും മറ്റും വെള്ളം പോട്ട്, ഭക്ഷണമാണേ വേണ്ടുകയാണ്, വെള്ളമില്ലാതെ എങ്ങനെ മനുഷ്യൻ 3 ദിവസം ജീവിക്കുന്നത്? നമ്മൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം. അവിടെ ആ 3 ദിവസം അവർ വെള്ളമില്ലാത്ത സ്ഥലത്തൂടെ സഞ്ചരിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരാൾ തളർന്നു പോയില്ല, ഒരാൾ ക്ഷീണിച്ചില്ല, ഒരാൾ ഇരുന്നു പോയില്ല, ഒരാൾ മരിച്ചു പോയില്ല, ഒന്നും സംഭവിച്ചില്ല. വെള്ളമില്ലാതെ നടത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇല്ലായ്മയിൽ നടത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് നമ്മൾ ഓർക്കണം. അപ്പൊ ഇതാണ് ആ വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ നമ്മളിപ്പോൾ എബ്രായ ലേഖനത്തിൽ വായിച്ചതിന് കുറെ കൂടെ അർത്ഥമുണ്ട്. അത് എന്താന്ന് ചോദിച്ചാൽ, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞാൽ, അതിന്റെ അർത്ഥം ഇവിടുത്തെ ജീവിതം അല്പകാലം മാത്രമേ ഉള്ളൂ. അല്പനാളുകൾ ഇവിടെ ജീവിക്കണം. അവിടെ പ്രശ്നവും പ്രതിസന്ധിയും ബുദ്ധിമുട്ടും രോഗവും അതും ഇതും എല്ലാം ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തൊരു ദിവസം എന്റെ കർത്താവ് വരും, എന്നെ ചേർക്കും, പിന്നെ ഒരു പ്രശ്നവുമില്ല. തൊട്ടു മുകളിൽ കർത്താവദാസനെ 10:38 തൊട്ടു മുകളത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. കണ്ടോ, അത് പറഞ്ഞേച്ചാണ് ഇത് വരുന്നത്. വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. എന്റെ നീതിമാൻ ഈ വിശ്വാസത്തിൽ ജീവിക്കുകയാണ്. നീതിമാൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതെല്ലാം ഉണ്ട്. നമ്മുടെ തലവേദന മാറിയ പെടലിക്ക് വേദന മാറിയ കൈക്ക് വേദന, അത് മാറുമ്പോൾ നടുവിന്, അത് മാറിയ കാലിന്, അതൊക്കെ ഇങ്ങനെ വന്നു പോയി നിൽക്കും. പക്ഷെ അതിനപ്പുറം നമ്മുടെ കർത്താവ് വരും, താമസിക്കത്തില്ല. അതിനപ്പുറത്ത് നടുവിന് വേദനയില്ല, തലവേദനയില്ല, സാമ്പത്തിക പ്രശ്നവുമില്ല, വീടിന്റെ പ്രശ്നവുമില്ല, ജോലി പ്രശ്നവുമില്ല, ഒന്നുമില്ല. ആ വിശ്വാസത്തിൽ വേണം ദൈവമക്കൾ ഇവിടെ എന്നും ജീവിക്കുവാൻ എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വിശ്വാസം. അടുത്തത് ശുശ്രൂഷയ്ക്ക് മാതൃക യേശുക്രിസ്തു തന്നെയാണ്. നമുക്കറിയാമല്ലോ, ശുശ്രൂഷ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഏതൊക്കെ നിലയിൽ സഹായിക്കാമോ ആ നിലയിലൊക്കെ സഹായിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മള് ആത്മീയമായി നമ്മൾ അധ്വാനിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ശാരീരികമായിട്ട് അധ്വാനിക്കണം, മാനസികമായിട്ട് അധ്വാനിക്കണം, സാമ്പത്തികമായിട്ടും അധ്വാനിക്കണം. എന്തൊക്കെ നമുക്ക് ചെയ്യാം അതെല്ലാം നമ്മൾ ചെയ്യണം. നമ്മുടെ കർത്താവിനെ പറ്റി മർക്കോസ് 10:45 വായിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടത് എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാ: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനുമാണ് കർത്താവ് വന്നത്. നമ്മളിത് ചിന്തിച്ചതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. കർത്താവ് നമ്മളെ കൊണ്ട് ശുശ്രൂഷിപ്പാനല്ല വന്നത്, നമ്മളെ ശുശ്രൂഷിപ്പാൻ. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം എൻ്റെ ഹൃദയത്തെ വല്ലാണ്ട് സ്പർശിച്ചിട്ടുള്ള. ശിഷ്യന്മാരെല്ലാം അവിടെ ഇരിക്കുമ്പോൾ കർത്താവ് തൻ്റെ പുറം വസ്ത്രം ഊരി മാറ്റി വെച്ചിട്ട് അരയിലൊരു, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു തോർത്തുമുടുത്ത് അവിടെ നിൽക്കുകയാണ്. നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ കർത്താവ് അവരുടെ കാല് കഴുകാൻ പോവുകയാണ്. കാല് കഴുകാൻ പോകുമ്പോൾ അവരോട്, പത്രോസെ വെള്ളം എടുത്തുകൊണ്ട് പോവാ,
വേറൊരാളോട് കപ്പിഞ്ഞെടുത്തുകൊണ്ട് പോവാ, ഒരു കപ്പിഞ്ഞ് കോരുത്ത, ഒന്നും, എല്ലാം അത് ആ ഭാഗം നമ്മൾ മനസ്സിരുത്തി വായിച്ചാൽ, വെള്ളം എടുത്തുകൊണ്ട് വന്ന്, കപ്പാണോ അന്നത്തെ പാത്രം എന്തോ അത് എടുത്ത്, ആ ശിഷ്യന്മാരുടെ കാലം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഷൂവോ ചെരുപ്പോ സോക്സോ ഒക്കെ ഇട്ട് കിടക്കുന്ന വൃത്തിയുള്ള കാല. അന്നത്തെ കാലത്തൊന്നും അല്ല. അന്ന് ചെരുപ്പ് ഉണ്ടോയെന്ന് അറിയത്തില്ല, ഇനിയും മെതിയടി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ട്. അതെല്ലാം ഒരുപാട് മണ്ണും പൊടിയും ഉള്ള കാലം. അത് കഴുകാനും തുടയ്ക്കാനും ശുദ്ധിക്കാനും ഒന്നും കർത്താവിനൊരു പ്രയാസമില്ല. എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണത്. ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടെന്ന് ഓർക്കണം. യൂത ഉൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ട്. അവരുടെ എല്ലാം കാല് കഴുകുന്ന തുടയ്ക്കുന്ന ആ ശുശ്രൂഷ, ഇതിലേക്ക് നമ്മൾ വന്നേ പറ്റത്തുള്ളൂ. കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ആർക്കൊക്കെ ചെയ്യാമോ അവർക്കൊക്കെ ചെയ്യണം. ഏറ്റവും ഒന്നാമത്തെ കാര്യം കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. ഈ നിലയിൽ ത്യാഗം സഹിക്കുവാൻ, എന്തും സഹിക്കുവാൻ, എന്തും ചെയ്യാൻ നമ്മൾ ഒരുക്കമായിരിക്കണം എന്നുള്ളതാണ് ഈ ശുശ്രൂഷ. ശുശ്രൂഷ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൃപാവരങ്ങളിൽ പെട്ടതുമാണ്. നമ്മൾ റോമാലേഖനം 12 അധ്യായം വായിക്കാമെങ്കിൽ അവിടെ കാണാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇതൊരു കൃപാവരം കൂടെയാണ്. ഈ വരത്തിന് വേണ്ടി വേണം നമ്മൾ പ്രധാനമായിട്ട് പ്രാർത്ഥിക്കാൻ. ചിലർക്ക് ഈ 2-3-4 വരങ്ങൾ ചിലർക്ക് അറിയത്തേ ഇല്ല. വരങ്ങൾ പലതുണ്ട്, അറിയുന്ന കുറെ വരങ്ങളുണ്ട്, അറിയാത്ത കുറെ വരങ്ങൾ ഞാൻ വേണമെങ്കിൽ പറയാം. ശുശ്രൂഷ ചെയ്യുക, സഹായം ചെയ്യുക, കരുണ കാണിക്കുക, പിന്നെ ദാനം ചെയ്യുക, ഇതൊക്കെ കൃപാവരങ്ങളിൽ പെട്ട. ഇത് വരമാണെന്ന് തന്നെ ചിലർക്ക് അറിയത്തില്ല. ഈ വരത്തിനൊക്കെ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, ദൈവമേ ശുശ്രൂഷ ചെയ്യാനുള്ള വരം, പിന്നെ കരുണ കാണിക്കാനുള്ള വരം, ദാനം ചെയ്യാനുള്ള വരം, പിന്നെ അങ്ങനെയുള്ള ആ വരങ്ങൾക്കൊക്കെ വേണ്ടി, സഹായം ചെയ്യാനുള്ള വരങ്ങളൊക്കെ എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കൃപാവരം കൃപയാൽ ലഭിക്കുന്നതാണ്. പക്ഷെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കാനും ഒക്കെ ദൈവം നമ്മളെ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ശുശ്രൂഷ ചെയ്യണം എന്നുള്ളതാണ്. കർത്താവ് പർവ്വത പ്രസംഗത്തിൽ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. 7-ാം അധ്യായം 12-ാം വാക്യം, മത്തായി വായിക്കുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണമെന്ന്. നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണമെന്ന് അതിമനോഹര ഒരു ഗോൾഡൻ ഒരു കൽപ്പനയാണ്. അത് നമുക്കത് കാണാനായിട്ട് സാധിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ സഹിഷ്ണുത, അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഈ 4 കാര്യങ്ങൾ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. എത്ര ശ്രേഷ്ഠമാണത്, എത്ര മനോഹരമായ സ്വഭാവ ഗുണങ്ങളുള്ള ഒരു സഭയാണത് എന്ന് കാണാനായിട്ട് കഴിയും. എന്നാൽ ഒരു കാര്യം കൂടെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണത്? നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ എന്നും അറിയുന്നു. അതാണ് 3 കാര്യങ്ങൾ. അപ്പൊ നിന്റെ പ്രവൃത്തി അറിയുന്നു, അത് കഴിഞ്ഞിട്ട് നിന്റെ സ്നേഹം, വിശ്വാസം, വിശ്വസ്തത, സഹിഷ്ണുത അറിയുന്നു. പിന്നെ നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെ. എഫെസോ സഭയൊന്ന് ഓർമ്മയെ കൊണ്ടുവരാൻ എളുപ്പമാണ്. എഫെസോ സഭയെ കുറിച്ച് കുറ്റമായിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ഇവരെ കുറിച്ച് പറയുന്നത് ആദ്യ സ്നേഹത്തെക്കാൾ അധികം സ്നേഹമായി ഇപ്പോഴ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അങ്ങനെയാണ് വേണ്ടത്. നമ്മള് സാധാരണഗതിയില് എല്ലാ കാര്യങ്ങളും നമ്മൾ തുടക്കത്തിലൊക്കെ വലിയ താല്പര്യവും വലിയ ഉത്സാഹവും ഒക്കെ ആയിരിക്കും. പോകെ 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 ഉത്സാഹവും കുറഞ്ഞ് താല്പര്യവും കുറഞ്ഞ്, മീറ്റിങ്ങുകളുടെ കാര്യമൊക്കെ എങ്ങനെയാ, ആത്മീയ കാര്യങ്ങളിലും ഒക്കെ എങ്ങനെയാണ്. രക്ഷിക്കപ്പെട്ട നാളുകളിലൊക്കെ അത് നമ്മൾ ചിന്തിച്ചാണല്ലോ, എന്തൊരു ഉത്സാഹമാ. പിന്നെ സമയമില്ല, സമയം ഉണ്ടെങ്കിലും ഇല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാരണങ്ങളൊക്കെ പറഞ്ഞ് ആത്മീയ കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു രീതിയാണ് പൊതുവായിട്ടുള്ളത്. അത് ദൈവം വെറുക്കുന്നതാണെന്നൊക്കെ നമ്മൾ ഓർക്കേണ്ട വലിയ കുറ്റകരമായ ഒരു കാര്യമായിട്ടാണ് ദൈവം കാണുന്നത്. പക്ഷേ ഇവരെ കുറിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പറഞ്ഞിരിക്കുന്നത്, ഇവര് തുടക്കത്തെക്കാൾ ഇപ്പോൾ അവരുടെ ഈ സ്നേഹവും ശുശ്രൂഷയും വിശ്വസ്തതയും സഹിഷ്ണുതയും ഒക്കെ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ കുറിച്ച് എന്ത് പറയും? നമുക്കുള്ള ദൂതാണല്ലോ ഇത്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ, എന്നെ ഉദ്ദേശ, നമ്മളെ ഓരോരുത്തരെ ഉദ്ദേശ പറയുന്നത്. ചെവിയുള്ളവൻ, താല്പര്യമുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ നമ്മളോട് പറയാണ്. നമുക്കിത് സാധിക്കുന്നുണ്ടോ? കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്തത് ഇനിയും നമ്മള് അവരുടെ തിന്മയിലേക്ക് പോവുകയാണ്. 20-ാമത്തെ വാക്യം.
അവിടെ എങ്കിലും താൻ നമ്മൾ വായിക്കുന്നു, വായിച്ചാട്ടെ. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുമെന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ആ സഭ, നീ എന്നൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്ന സഭയെ ഉദ്ദേശിച്ച. അപ്പൊ ആ സഭയോട് പറയുകയാണ്, ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അവിടുത്തെ കേന്ദ്ര കഥാപാത്രം ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ പേര് ഈസബേൽ എന്നാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ, പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ ഒരു ഈസബേലിനെ കാണുന്നുണ്ട്. അവളും ദുഷ്ട സ്ത്രീയായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. ഇതും ശരിക്കും ഒരു ദുഷ്ട സ്ത്രീയാണ്, സംശയമൊന്നുമില്ല. അങ്ങനെ പറയുന്നതിനകത്ത് നമുക്ക് മടിക്കേണ്ട ആവശ്യവും ഇല്ല. ഈസബേൽ എന്ന സ്ത്രീയെ പറ്റിയാണ്. ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടാണ് അവിടെ ചില തിന്മകളുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, അവൾ സഭയ്ക്ക് ദോഷം ചെയ്യുന്നവളാണ്. അല്ലെ, നീ എന്തൊക്കെ ദോഷം ചെയ്തു അത് നമ്മൾ പുറകാലെ പഠിക്കാം. ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീ. അപ്പോൾ ചുരുക്കത്തിൽ സഭയ്ക്ക് ദോഷം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. പക്ഷേ ആ സ്ത്രീയെ ആ സഭ അനുവദിക്കുന്നു എന്നാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്നത്. അത് ഗുരുതരമായ തെറ്റാണ്. നമുക്കറിയാം, ഓരോ സഭയ്ക്കും ദൈവം ഉത്തരവാദിത്തപ്പെട്ടവരെ ആക്കിയിട്ടുണ്ട്. നമ്മള് ഇടയന്മാർ, പാസ്റ്റേഴ്സ് എന്ന് പറയും, ആക്കിയിട്ടുണ്ട്. പാസ്റ്റേഴ്സ് എന്നോ എൽഡേഴ്സ് എന്നോ പല പേരുകളുണ്ട്. ബിഷപ്സ് എന്ന് പറയും, ടീച്ചേഴ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്താണ്? കാണുന്നത് ഇങ്ങനെ ദോഷം ചെയ്യുന്നവരെ അനുവദിക്കുന്നു എന്നത് ഗുരുതരമായ തെറ്റാണ്. ഒരു കാരണവശാലും അനുവദിക്കരുത് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ദൈവസഭയ്ക്ക് ദോഷം ചെയ്യുന്നവരോട് ദൈവം എത്ര ഗൗരവമായി ഇടപെടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ പഠിച്ചിരിക്കുന്നത്? ഓർമ്മയുണ്ടല്ലോ, വായിക്കണ്ട. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്നും ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നുവെന്നും അറിയുന്നില്ലേ? ഒന്ന് വായിക്കാം. വായിച്ചിട്ട് 1-2 വാക്ക് ഇവിടെ പറയാനുണ്ട്, ഹൃദയത്തിൽ പ്രേരണയാണ്. 1 കൊരിന്ത്യർ 3:16-17. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അവിടെ നമ്മള് അതും ഈ പറഞ്ഞൊരു പൊടുന്നനവെ വായിക്കുമ്പോൾ വ്യക്തികളെ ഉദ്ദേശിച്ചാ പറയുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു എന്നും ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നതിനെ എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും വ്യക്തികളെ അല്ല, സഭയെ ഉദ്ദേശിച്ച അവിടെ പറയുന്നത്. അത് നമ്മൾ ആ അധ്യായം മുഴുവൻ പഠിച്ചു വരുമ്പോഴാണ് മനസ്സിലാകുന്നത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവസഭയെ ഒരു തോട്ടമായിട്ടും 10 മുതൽ 15 വരെ ദൈവസഭയെ ഒരു കെട്ടിടമായിട്ടും 16-17 ദൈവസഭയെ മന്ദിരമായിട്ടും പറഞ്ഞിരിക്കുക. അപ്പൊ സഭയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അവിടെ മന്ദിരം എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവാലയമാണ് അല്ലെങ്കിൽ സമാഗമന കൂടാരമാണ് നമ്മൾ ഓർക്കുന്നത്. സമാഗമന കൂടാരത്തിന് 3 ഭാഗങ്ങളുള്ള: പ്രാകാരം, യാഗത്തിനായിട്ട് ആർക്കും വരാവുന്ന സ്ഥലം, പിന്നെ വിശുദ്ധ സ്ഥലം, പുരോഹിതന്മാർക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലം, പിന്നെ അതിനപ്പുറം അതിപരിശുദ്ധ സ്ഥലം. അത് മഹാപുരോഹിതന് മാത്രം ആ വർഷത്തിൽ അനുവദിക്കപ്പെട്ട ഒരു ദിവസം മാത്രം പ്രവേശിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഈ മന്ദിരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് 3ഉം കൂടെ ചേർന്നതിനെ അല്ല. അവിടുന്ന് അത് മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവമായ ഒരു കാര്യം, ദൈവസഭ അതിപരിശുദ്ധ സ്ഥലമാണ്. അത് പ്രാകാരമല്ല, അത് വിശുദ്ധ സ്ഥലവുമല്ല, അതിനപ്പുറം അത് അതിപരിശുദ്ധ സ്ഥലമാണ്. അപ്പോൾ ദൈവസഭ എത്ര ഗൗരവമായി നമ്മൾ ദൈവസഭയെ കാണണം. നമുക്ക് എങ്ങനെയാണ് അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ അനുവാദം കിട്ടുന്നത്? അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശനം മഹാപുരോഹിതന്മാർക്ക് മാത്രമേ ഉള്ളൂ. നമ്മളാരും മഹാപുരോഹിതന്മാരല്ല, പക്ഷെ നമ്മൾ പുരോഹിതന്മാരാണ്. നമ്മൾ പുരോഹിതന്മാരാണെങ്കിലും ദൈവം നമ്മളോട് കാണിച്ചൊരു കരുണ, അതിപരിശുദ്ധ അല്ലെങ്കിൽ മഹാപൗരോഹിത്യ പദവിയുള്ള പുരോഹിതന്മാരാണ് നമ്മൾ. ഒന്നുകൂടെ ഞാനൊന്ന് ആവർത്തിക്കാം. അതായത് അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാൻ തക്കവണ്ണം മഹാപുരോഹിത പദവിയുള്ള പുരോഹിതന്മാരാണ് നമ്മൾ.
നമ്മള് ഇന്ന് വിശുദ്ധ സ്ഥലത്തല്ല നിൽക്കുന്നത്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാം. അത് ഓർമ്മയുണ്ടല്ലോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതിപരിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും വേർതിരിച്ചിരുന്ന കട്ടിയേറിയ തിരശ്ശീല യേശു ക്രിസ്തുവിന്റെ ക്രൂശു മരണത്തോടുകൂടെ ചീന്തി പോയപ്പോൾ വിശുദ്ധ സ്ഥലത്ത് വരുന്നവർക്ക് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള അവകാശം കിട്ടി. അങ്ങനെയാണ് നമ്മളെ പുരോഹിതന്മാരാക്കി നമുക്ക് മഹാപുരോഹിത പദവി നൽകി അതിപരിശുദ്ധ സ്ഥലമാകുന്ന സഭയിലേക്ക് ഇന്ന് പ്രവേശിക്കുക. ആ സഭയില് നമുക്ക് അവിടെ നശിപ്പിക്കുന്നവരെ ഒരു കാരണവശാലും സഭയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. സഭയ്ക്ക് ദോഷം ചെയ്യുന്നവരെ, അവരോടുള്ള ബന്ധത്തിൽ ദൈവം അവരെ നശിപ്പിക്കുക എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ സഭയിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും അത് അനുവദിക്കാനായിട്ട് പാടില്ല എന്നുള്ളത്. ഞാൻ കുറെ വാക്യങ്ങളുണ്ട്, നമുക്കറിയാം. ഈ ഒന്ന് രണ്ട് വാക്യം വായിക്കാം. 2 പത്രോസ് 2:1 വായിച്ചാട്ടെ. 2 പത്രോസ് 2:1. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിലുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടന്മാരുണ്ടാകും. അവർ നാശകരമായ മതി എന്നാ അങ്ങോട്ട് പിന്നീട് വായിച്ചു പഠിച്ചാട്ട് 2-ാം അധ്യായം മുഴുവൻ, 2 പത്രോസ് 2-ാം അധ്യായം മുഴുവൻ ദുരുപദേഷ്ടാക്കന്മാരെ പറ്റിയാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുണ്ടാകും. ഇനി നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 20-ന്റെ 29-30 നമുക്ക് ഇന്ന് തീർക്കാൻ പറ്റത്തില്ല. അല്പ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ ആണ്. അപ്പോസ്തലപ്രവൃത്തി 20-ന്റെ 29-30 വായിച്ചാട്ട്. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. നോക്കുക, ദൈവസഭയുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി. അത് അതിപരിശുദ്ധ സ്ഥലം എന്ന നിലയിൽ എത്ര ഗൗരവമാണെന്ന് മനസ്സിലാക്കി. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാൻ പോയ ശേഷം പുറത്തു നിന്ന് ചിലർ വരും, അവരെ കൊടിയ ചെന്നായ്ക്കളെന്നാണ് വിളിച്ചിരിക്കുന്നത്. വിശദീകരിക്കണ്ടല്ലോ. അവിടെ ഉള്ളത് ആടുകളാണ്. ആടുകളുടെ ഇടയിലേക്ക് ചെന്നായ്ക്കൾ വരിക. ചിലപ്പോൾ ഒരു ആടുകളുടെ വേഷം പൂണ്ടായിരിക്കും വരുന്നത്. അപ്പൊ ആ ചെന്നായുടെ ജോലി എന്തുവാ? കടിച്ചു കീറുക, അത് തടിച്ചു കൊടുക്കണം, ഇതില്ലാതാക്കണം, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് 31-ന്റെ ആദ്യം ഒന്ന് വായിച്ചാട്ട്, മറിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, മതി, 3 സംവത്സരം. അത്രയും മതി. അതുകൊണ്ട് മൂപ്പന്മാരോടാണ് ഇവിടെ സംസാരിക്കുന്നത്, പാസ്റ്റേഴ്സിനോടാണ് സംസാരിക്കുന്നത്. അപ്പൊ പാസ്റ്റേഴ്സിനോട് പറയുന്നത്, നിങ്ങൾ വളരെ അലേർട്ടായിട്ടിരിക്കണം. ഇങ്ങനെയുള്ള ദുരുപദേഷ്ടാക്കന്മാർക്ക് പ്രവേശിക്കാനും ദുരുപദേശം പഠിപ്പിക്കാനും ഒരു തരത്തിലും അനുവദിക്കാൻ പാടില്ല. അത് വളരെ കർശനമായിരിക്കണം എന്നുള്ളതാണ്. ഒരു വാക്യം കൂടെ ഞാൻ കാണിച്ചു തരാം, അത് നമ്മുടെ പ്രയോജനത്തിന് വേണ്ടി. യോഹന്നാന്റെ 2-ാമത്തെ ലേഖനം 10-ാം വാക്യം. യോഹന്നാന്റെ 2-ാം ലേഖനം 10-ാമത്തെ വാക്യം. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുകയും അരുത്. ദുരുപദേഷ്ടാക്കന്മാരെ പറ്റിയ. അപ്പൊ ദുരുപദേഷ്ടാക്കന്മാർ, ദൈവവചനത്തിന് വിരുദ്ധമായി പറയുന്നവരെ വീട്ടിൽ കയറ്റരുത്. പിന്നെ സഭയെ കയറ്റാമോ? വീടെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ചിലപ്പോൾ വേറെ പല സ്നേഹത്തിന്റെ അടിസ്ഥാനമൊക്കെ കാണും. പക്ഷെ വീട്ടിൽ കയറ്റരുതെന്നാ പറഞ്ഞേക്കുന്നത്. ദൈവവചനത്തിന്റെ പ്രാധാന്യം, അത് ദൈവ തുല്യമാണ് വചനം. ആ വചനത്തെ വ്യത്യസ്തമായി ദുരുപദേഷ്ടാക്കന്മാര് വ്യത്യസ്തമായി പഠിപ്പിക്കുന്ന, ദൈവവചനത്തിന് യോഗ്യമല്ലാത്ത, ദൈവവചനത്തോട് ചേരാത്ത നിലയിൽ അതിനെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചു തിരിച്ചൊക്കെ പ്രസംഗിക്കുന്നവരുണ്ട്. അവരെ വീട്ടിൽ കയറ്റരുത്, സഭയിലും കയറ്റരുത്, അനുവദിക്കുക. അപ്പൊ അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീയെ കയറി അവിടെ ദുരുപദേശം പഠിപ്പിക്കുകയാണ്, സഭയെ നശിപ്പിക്കുന്ന കാര്യം പഠിപ്പിക്കുകയാണ്. അത് ഗുരുതരമായ തെറ്റായിട്ട് ആ സഭയെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്റെ നേരത്തെ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ 10:15 എന്റെ ഈ ഫോണിന്റെ ചാർജ് തീരും. നമുക്ക് അല്പസമയം 10% കൂടെ ഉണ്ട്. ഇനി അടുത്തത്, അവള് സ്വയം പ്രവാചകി എന്ന് പറയുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നോക്കുക, പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രവാചകന്മാരെ ആയാലും അപ്പോസ്തലന്മാരെ ആയാലും മൂപ്പന്മാരെ ആയാലും അല്ലെങ്കിൽ പാസ്റ്റർമാരെ ആയാലും ഒക്കെ
ദൈവമാണ് നിയമിക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് വായിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ ത്രിയേക ദൈവം. ഞാൻ ആ വാക്യം മാത്രം പറയാം, റെഫറൻസ് വായിക്കുന്നില്ല. എഫേസ് ലേഖനം 4:11, 1 കൊരിന്ത്യർ 12:28, അപ്പോസ്തലപ്രവൃത്തി 20:28. ഈ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ത്രിയേക ദൈവമാണ് അപ്പോസ്തലന്മാരായാലും പ്രവാചകന്മാരായാലും പാസ്റ്റേഴ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും അവരെ എല്ലാം നിയമിക്കുന്നത് ത്രിയേക ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ അത് ആർക്കും കയറി തന്നെത്താൻ അങ്ങ് പറയാവുന്നല്ല ഞാൻ പ്രവാചകയാണ്. ശരിക്കും എങ്ങനെയാന്ന് വെച്ചാൽ ദൈവം നിയമിക്കുകയും അവരെ ശുശ്രൂഷ ചെയ്യുകയും ആ ശുശ്രൂഷ കാണുമ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കുകയാണ് ഇയാള് സുവിശേഷകനാണ്. ദൈവം തന്നെ സുവിശേഷകനായിട്ട് ദൈവം തിരഞ്ഞെടുത്തു, സുവിശേഷ വേലയ്ക്കായിട്ട് തന്നെ വേർതിരിച്ചു, ദൈവം ദൗത്യം കൊടുത്തു, അദ്ദേഹം സുവിശേഷ വേല ചെയ്യുന്നു. ഇത് കാണുന്നവർ പറയും അദ്ദേഹം സുവിശേഷ വേല ചെയ്യുന്നു. ദൈവം പാസ്റ്റേഴ്സിനെ നിയമിക്കുന്നു, അവർ പാസ്റ്ററിന്റെ ശുശ്രൂഷ ചെയ്യുന്നു, കാണുന്നവർ മനസ്സിലാക്കുന്നു അദ്ദേഹം പാസ്റ്ററുടെ ശുശ്രൂഷ ചെയ്യുന്നു, അദ്ദേഹം പാസ്റ്ററാണ്. ഇതാണ് രീതി. ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ പ്രവാചകയാണെന്ന് പറയുകയാണ്. അപ്പൊ അതും മറ്റൊരു തെറ്റാണ്. ഇനി വേറൊരു കാര്യം, ഈ സ്ത്രീ ആരെയാ ഉപദേശിക്കുന്നതെന്ന് നോക്കിയേ. എന്റെ ദാസന്മാരെ ഉപദേശിക്കുന്നു. എന്റെ ദാസന്മാരെന്ന് പറയുമ്പോൾ അതാരാ? ദൈവം നിയോഗിച്ചവരെ. അപ്പൊ ദൈവം നിയോഗിക്കാത്ത ഒരു സ്ത്രീ അവൾ ആരെയാ? ദൈവം നിയോഗിച്ച ദൈവത്തിന്റെ ദാസന്മാരെ ഉപദേശിക്കാൻ അനുവദിക്കുന്നു. അപ്പൊ ആ ഉപദേശിക്കുന്നത് തെറ്റ്, ഉപദേശിക്കാൻ അനുവദിച്ചത് തെറ്റ്, ഉപദേശം കേൾക്കാൻ പോയതും തെറ്റ്. എന്തെല്ലാം തെറ്റാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ഓർക്കണം. അപ്പൊ എന്തു ഗുരുതരമായ തെറ്റാണ് ആ സ്ഥലം സഭയിൽ നടക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വലിയ തെറ്റാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി എന്താണ് ഈ സ്ത്രീയുടെ ഉപദേശ വിഷയങ്ങൾ? അതുകൂടെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുക. പുള്ളിക്കാരി എന്തായി പഠിപ്പിക്കുന്ന? വലിയ കാര്യമായിട്ട് പഠിപ്പിക്കുന്നത്. ഒന്ന്, ദുർനടപ്പ്. നമ്മൾ പഠിച്ചതാണ് നേരത്തെ. വചനം വിട്ട് സഞ്ചരിക്കുന്ന മുഴുവൻ ദുർനടപ്പാണ്. നമ്മൾ ദുർനടപ്പിന് ഒരു അർത്ഥം കൊടുക്കും ഇവിടെ, പക്ഷെ ആ അർത്ഥം ഉദ്ദേശിച്ച് തന്നെ നമ്മൾ സാധാരണ പറയുന്ന മനസ്സിലാക്കുന്ന ഒരു അർത്ഥം ഉദ്ദേശിച്ച് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അത് മാത്രം എടുക്കണ്ട. നമ്മൾ അത് മാത്രം പറയാൻ പോയാൽ അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മൾക്കില്ല എന്ന് തോന്നും. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. വചനം വിട്ട് സഞ്ചരിക്കുന്നത് മുഴുവൻ ദുർനടപ്പാണ്. കൃത്യമായി നമ്മൾ ഓർക്കണം, യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിന് വില കൊടുത്ത് അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നമുക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ്. അതൊരു ബുദ്ധിമുട്ടല്ല, അതൊരു സന്തോഷം. പക്ഷെ അതിനകത്ത് ചിലപ്പോൾ വീഴ്ചകൾ പറ്റാം. അപ്പൊ നമ്മൾ തിരുത്തും എന്നുള്ളതാണ്. അത് തുടരത്തില്ല. നമ്മൾ ചിലപ്പോൾ വചനത്തോട് 100% നീതി പുലർത്താൻ കഴിയാതെ ചിലപ്പോൾ അബദ്ധങ്ങൾ പറ്റാം, തെറ്റുകൾ പറ്റാം. പക്ഷേ അത് നമ്മൾ തിരുത്തും, അല്ലാതെ അതിനകത്ത് മുന്നോട്ട് തുടരത്തില്ല. അതാണ് നമ്മുടെ വചനാനുസരണം ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. വേറെ നമുക്ക് സന്തോഷമൊന്നുമില്ല. അപ്പൊ അത് സാധിക്കും. അപ്പൊ വചനം വിട്ടു സഞ്ചരിക്കുന്ന എല്ലാം ദുർനടപ്പാണ്. അതിന്റെ അങ്ങേയറ്റത്തെ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. മറ്റൊന്ന്, വിഗ്രഹാർപ്പിതം. അത് നമ്മൾ പഠിച്ചതാണല്ലോ, അതുകൊണ്ട് അതിന് ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ വിഗ്രഹാർപ്പിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സമയം അനുസരിച്ച് 1 കൊരിന്ത്യർ 8-ാം അധ്യായം എല്ലാവരും ഒന്ന് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. 1 കൊരിന്ത്യർ 8-ാം അധ്യായം. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം ഞാൻ അങ്ങ് പറയാനായിട്ട് ആഗ്രഹിക്കുക. അദ്ദേഹം അവിടെ പറയുന്നത്, ഈ വിഗ്രഹാർപ്പിതം തിന്നുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം വിഗ്രഹം എന്ന് പറയുന്നത് ഒന്നുമല്ല, അതൊരു ഒരു മരത്തിന്റെ ഒരു ഭാഗമോ ഒരു കല്ലിന്റെ ഒരു ഭാഗമോ മാത്രമാണ്. അതുകൊണ്ട് അതിന് നേതിച്ചെന്ന് വിചാരിച്ച് ഈ ഭക്ഷണത്തിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല. അപ്പൊ ആ അറിവുള്ള ഞാൻ പോയി തിന്നാൽ, നമ്മുടെ സഭയിലെ തന്നെ അറിവില്ലാത്ത ഒരാൾ അതുവഴി പോയി അദ്ദേഹം കാണുകയും ചെയ്യുക. അദ്ദേഹം പറയണം, അതുകൊള്ളാലും ഈ പുള്ളി വലിയ വർത്താനമൊക്കെ പറഞ്ഞ് ഉപദേശമൊക്കെ പറഞ്ഞ് പ്രസംഗമൊക്കെ നടത്തിച്ച് താഴെ പോയിരുന്ന് കഴിക്കുന്നു, പുള്ളിക്ക് അനുഗ്രഹത്തിന് വേണ്ടിയാണ് എന്നേ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിവുള്ളൂ. അപ്പൊ ഞാനും നാളെ പോയി തിന്നും. അപ്പൊ പിറ്റേ ദിവസം അപ്പൊ നമ്മൾ പോയി തിന്നത് നമ്മുടെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനകത്ത് ഒരു കാര്യവും ഇല്ല. ഭക്ഷണം അവിടെ നിന്ന് അതിന്റെ മുമ്പിൽ നിവേദിച്ചെന്ന് വിചാരിച്ച ഒന്നും വരാനില്ല. അത് ഞാൻ തിന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല, ഭക്ഷണത്തിന് മാറ്റവും ഇല്ല. ഭക്ഷണമെന്നും ഉള്ള കരുതിയാണ് നമ്മൾ കഴിച്ചത്. പക്ഷെ ഈ ബലഹീന വിശ്വാസി, വേണ്ടവണ്ണം വചന പരിജ്ഞാനമില്ലാത്ത വിശ്വാസി കണ്ടപ്പോൾ അദ്ദേഹം വിചാരിക്കും ഈ പുള്ളി അനുഗ്രഹത്തിന് പോയി തിന്നും. ഇദ്ദേഹം നെക്സ്റ്റ് ഡേയിൽ അദ്ദേഹം അനുഗ്രഹത്തിന് പോയി അത് തിന്നും.
അപ്പോൾ അദ്ദേഹം പാപം ചെയ്തു. അദ്ദേഹം പാപം ചെയ്യാൻ കാരണക്കാരനാരാ? ഞാനാ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിന് ഏർപ്പെടരുത് എന്നുള്ളതാണ് ആ അധ്യായം പഠിപ്പിക്കുന്നത്. ഞാനതിന് സാറിന് ഒരു എക്സാമ്പിൾ പറയും. കള്ള് ഷാപ്പിൽ കയറി ചില്ലറ മാറരുത് എന്ന് പറയും. കള്ള് ഷാപ്പിൽ കയറി ചില്ലറ മാറുന്നതുകൊണ്ട് എന്നാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അവർ കള്ളിനകത്ത് മുക്കിയല്ല ചില്ലറ തരുന്നത്. പിന്നെന്താ പ്രശ്നം? അത് നമുക്കറിയാം. പക്ഷെ നമ്മളതിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു സഹോദരൻ, നമ്മൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പരിചയമുള്ള അല്ലെങ്കിൽ സഭയപ്പെട്ട ഒരാൾ കാണുമ്പോൾ അവർ അങ്ങനെയല്ല ധരിക്കുന്നത്. അവർ പിന്നെ പാപം ചെയ്യാൻ ഇടയാവും. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ മാംസം കഴിക്കുന്നത് എൻ്റെ സഹോദരന് ഇടർച്ചയാകുമെങ്കിൽ ഞാൻ മാംസം കഴിക്കുകയില്ല. എന്തൊരു തീരുമാനമാണത്. അപ്പൊ അങ്ങനെ സമർപ്പണം നമുക്കൊക്കെ ഉണ്ടാകണം എന്നുള്ളതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഓർത്ത് മുഖവരയായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ഓർത്ത ശേഷം കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്നു. കണ്ണും കാലും നിങ്ങളെ എല്ലാം ഞാൻ അറിയുന്നുണ്ട്, ഞാൻ ശിക്ഷിക്കുന്ന കർത്താവാണ്. അവരുടെ നന്മ, അനുഗ്രഹിക്കപ്പെട്ട ചില നന്മകൾ അവർക്കുണ്ട്, അത് കർത്താവ് എടുത്തു പറഞ്ഞു. എന്നാൽ വളരെ ഗുരുതരമായ തെറ്റ് ആ സ്ഥലം സഭയിൽ ഉണ്ട്. അത് ഒരു കാരണവശാലും അനുവദിക്കരുത്. അത് ദൈവസഭയെ ഭരിക്കാൻ പരിപാലിക്കാൻ ഉത്തരവാദിത്വപ്പെടുത്തിയിരിക്കുന്നവര് ആ ഉത്തരവാദിത്വം അലേർട്ടായിട്ട് നിന്ന് അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ച് ഉണർന്നിരിപ്പീൻ, അലർട്ടായിരിപ്പീൻ. അങ്ങനെ ദുരുപദേശം ഒരിക്കലും നമ്മുടെ ചർച്ചില് പഠിപ്പിക്കാൻ ഇടവരരുത് എന്നുള്ളതാണ്. അതിനാരെയും അനുവദിക്കരുത് എന്നുള്ളതാണ് ആ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കണം. ഇനി 10 മിനിറ്റ് കൂടെ ഉണ്ട്. എനിക്കറിയത്തില്ല ഇനി എത്ര % കാണുന്നു. 10 താഴെയായിരുന്നു കുറച്ചു മുമ്പ്. സംശയം ആർക്കുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ പിന്നീട് അറിയിച്ചാലും ഞാൻ അടുത്ത ആഴ്ച അത് പറയാൻ കഴിയുന്നതാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള സാവകാശമുണ്ട്. ഇല്ല എങ്കിൽ അത് പിന്നീട് എന്നെ അറിയിച്ചാൽ ഇന്ന് പറഞ്ഞതുപോലെ വരുന്ന ആഴ്ചകളിലും അതിനുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും. കർത്താവ് നമ്മെ എല്ലാം ധാരാളമായി സഹായിക്കട്ടെ. ആർക്കും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവതൃപാദത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞ 2 മണിക്കൂർ സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മോട് കൂടെ കർത്താവിന്റെ ദാസൻ ആയിരുന്നല്ലോ. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ, ബലം കർത്താവ് കൊടുക്കട്ടെ. തുടർന്നുള്ള നാളുകളിലും കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകളെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കർത്താവിന്റെ ദാസൻ ഷിജോ ഇപ്പോൾ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവതൃപാദത്തിലായിരിക്കാം. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വമുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, നൽകിയ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഈ പകൽ അവസാനിച്ച് രാത്രിയുടെ യാമങ്ങൾ കർത്താവേ നിന്റെ വചനവുമായി അല്പനേരം കർത്താവേ ഞങ്ങൾക്ക് അവിടുന്ന് ചിലവഴിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയ നല്ല കൃപകൾക്കായി അവിടുന്ന് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇത്ര വലിയൊരു ഭാഗ്യപദവി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അവിടുന്ന് തന്നല്ലോ കർത്താവേ. ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മാധുര്യമേറിയ തേനിലും തേൻകെട്ടിൽക്കാളും മാധുര്യമേറിയ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പകർന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ വചനം കേട്ട് വചനത്തിനനുസൃതമായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ക്രമീകരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ ഹൃദയത്തെയും അന്തരേന്ദ്രിയങ്ങളെയും ഉൾപ്പോവുകളെയും അറിയുന്ന ഒരു ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ആ ദൈവത്തെ ഞങ്ങൾക്ക് വിശ്വസിപ്പാൻ, ഞങ്ങൾക്ക് തിരഞ്ഞെടുപ്പാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കൊരു ഭാഗ്യം അവിടുന്ന് ഒരുക്കിയല്ലോ കർത്താവെ. അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വചനം പകർന്നു തന്ന തൻ്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണം. കർത്താവ് വേണ്ടതായ കൃപയും ബലവും ഇവിടുന്ന് കൊടുക്കുമാറാകണം. കർത്താവെ, വളരെ ഭംഗിയായി കർത്താവ് ഞങ്ങൾക്ക് മനസ്സിലാകും വിധം ലളിതമായി തൻ്റെ കർത്താവിൻ്റെ ദാസനെ അവിടുന്ന് ഒരുക്കിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ബലഹീനതകളൊക്കെ കർത്താവ് അറിയുന്നു. ആരോഗ്യത്തിലൊക്കെ അവിടുന്ന് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വരും ദിവസങ്ങൾ അനേകർക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവെ കുടുംബത്തെയും കർത്താവെ തൻ്റെ സഹോദരനെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം എന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ദേവദാസനെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ കർത്താവെ. ഇന്ന് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോരുത്തരെയും പേര് പറയാൻ അനുഗ്രഹിക്കുമാറാകണം എന്നവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. ഇതുവരെ സഭയെക്കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കുവാൻ അവിടെ നിന്ന് കൃപ തന്നല്ലോ കർത്താവെ. ഞങ്ങളുടെ സഭയെ ഓർത്ത് ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക സഭകൾ കർത്താവെ ദുരിതേവിസ്ഥാലും കർത്താവെ, അതുപോലെ തന്നെ കോട്ടിക്കളയുന്ന വചനത്താലും ഒക്കെ നീങ്ങി ഞെരുങ്ങുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന പച്ച സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഭയിലെ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദുഷ്ടം തൊടാതെ വണ്ണം ഞങ്ങളുടെ സഭയെ അവിടുന്ന് പരിപാലിക്കുമാറാകണം, അവിടുന്ന് സൂക്ഷിക്കുമാറാകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അവിടുന്ന് അമർത്തിക്കുലുക്കി ധാരാളമായിട്ടൊരളവ്, ഒരു അനുഗ്രഹത്തെ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് അവിടുത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് ഇന്ന് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നല്ല വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവ്. ഇനി ഞങ്ങൾ കാണുന്നവരെയും കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ ഇവിടുന്ന് സൂക്ഷിക്കുമാറാകണം എന്നവിടത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന ഇവിടുന്ന് സ്വീകരിച്ചതിനാൽ സ്തോത്രം. വരുവനായി ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾക്ക് ആജീവം വെച്ച കർത്താവിൻ്റെ ശുദ്ധവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർവ സഹവാസവും കൂട്ടായ്മയും കാവലും സൂക്ഷിക്കും. ഇന്ന് രാത്രിയിൽ വചനം സംസാരിച്ച കർത്താവിന്റെ ദാസനോട് കൂടെയും കേട്ട വചനത്തോടു കൂടെയും ഭൂലോകത്തുള്ള എല്ലാ വിശുദ്ധന്മാരുടെ കൂടെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ എല്ലാം ധാരാളമായി സഹായിക്കട്ടെ. വചന സംസാരിക്കാൻ ദാസനോട് നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവിന്റെ താങ്ക് യു. വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഒരുമിച്ച് നമുക്ക് കാണാം. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു.